ഭൗതിക മണ്ഡലത്തിലെ ദൈവഹിത പ്രകാരമുള്ള നിന്റെ എല്ലാ പരാജയങ്ങളും ആത്മമണ്ഡലത്തിലെ വമ്പൻ വിജയങ്ങളാണ്. വമ്പൻ വിജയങ്ങൾ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എൻ്റെ വാക്കുകളായിരിക്കരുത്, ദൈവത്തിന്റെ വചനം തന്നെ ആയിരിക്കണം. മനുഷ്യന്റെ വാക്കുകളാണ് മണലുമേ പണിയരുത്. ദൈവത്തിന്റെ വാക്കുകളാണ് പാറമേൽ പണിയുക. ആരാണ് നിന്റെ ഹൗവ എന്ന് ചോദിച്ചാൽ നിന്റെ അടുത്തിരിക്കുന്ന ആള് തന്നെയാണ് നിന്റെ ഹൗവ. നീ ചുറ്റും കേൾക്കുന്ന സ്വരങ്ങളാണ് നിന്റെ ഹൗവ. ഹൗവയെ കേൾക്കാൻ പോകാതെ നിന്റെ പിതാവിനെ കേൾക്കുക, നിന്റെ ഉടയവനെ കേൾക്കുക. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്കുള്ളവർ കുറവാണ്. പകരം നല്ലൊരു പങ്കിന് എനിക്ക് ജീവിക്കുന്നത് ഞാനും മരിക്കുന്നത് നഷ്ടവുമാണ്. നോഹ ഒരുങ്ങിയത് ഭൗതിക തലത്തിലാണ്. നിങ്ങൾ ഇതേപോലെ ആത്മീക തലത്തിലും ഒരുങ്ങണം, ഭൗതിക തലത്തിലും ഒരുങ്ങണം. കാരണം നോഹയുടെ കാലം പോലത്തെ കാലമാണ് എങ്കിലും ഇതാ തുടർന്ന് ദൈവം നോഹയുടെ ബോഡിയെ പ്രിസർവ് ചെയ്തിരുന്നു. എന്നാൽ നമ്മുടെ കാലത്തിലേക്ക് വരുമ്പോൾ ഇനി ദൈവം ബോഡിയെ പ്രിസർവ് ചെയ്യണമെന്നില്ല. കാരണം അടുത്ത സ്റ്റേജിൽ ജീവിപ്പാൻ നോഹയ്ക്ക് ബോഡി ആവശ്യമായിരുന്നു. നമുക്ക് അടുത്ത സ്റ്റേജിൽ ജീവിക്കാൻ ഈ ബോഡിയുടെ ആവശ്യമില്ല. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തല കാരണം അടുത്ത സ്റ്റേജിൽ നമുക്ക് ജീവിക്കാൻ ഈ തല വേണ്ട. താഴെ കാണാം, അവരെ വീണ്ടും തലയുള്ളവരായി വാഴുന്നു. പല ജനങ്ങളും പറഞ്ഞു നമ്മൾ ഒരുങ്ങണ്ട, കർത്താവ് ഒരുക്കിക്കോളും. ഇത് കുറെ മടിയന്മാരാ. ബുദ്ധിയുള്ള കന്യകമാർ അവരെന്ത് ചെയ്തു? നമ്മളുടെ ബ്യൂട്ടീഷ്യന്മാരെ പെൺകുട്ടികൾ ഇരുത്തി കൊടുക്കുന്നു. ബ്യൂട്ടീഷ്യൻ വന്ന് ഒരുക്കമല്ല, അവർ ഒരുങ്ങി. അവർ എന്ത് ചെയ്തു? വിളക്കോടുകൂടെ എണ്ണയും എടുത്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരുങ്ങേണ്ട ഒരു കടമ നമ്മൾ കൊണ്ട്, കരുതേണ്ട ഒരു കടമ നമ്മൾ കൊണ്ട്. ഇവർക്ക് ഈ സഹിക്കാനുള്ള മനോഭാവം അന്ന് ആയുധമില്ലെങ്കിലോ ഇവർ നേരെ പോയി മുദ്രയെടുക്കും. അതാണ് വിശ്വാസത്യാഗം. വിശ്വാസത്തിൽ നിന്ന് അവർ താഴെ. നിന്റെ പെട്ടകം എന്ന് പറഞ്ഞാൽ നീ ഒരുക്കുന്നത് നിന്റെ ഉള്ളിലാണ്. നിന്റെ പെട്ടകത്തിന്റെ പേരാണ് ദൈവരാജ്യം. പഴയ നിയമത്തിൽ പെട്ടകത്തിന്റെ ഉള്ളിൽ കയറുന്നവരാണ് ജീവനെ നേടുന്നത്. പുതിയ നിയമത്തിൽ ആരാണ് ജീവനെ നേടുന്നതെന്ന് അറിയാമോ? നിന്റെ ജീവനെ കളയുന്നവനാണ് പുതിയ നിയമത്തിൽ ജീവനെ നേടുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇതാ 10 കിലോ അരിയാണ് കുഞ്ഞ് നീ വാങ്ങിക്കുന്നതെങ്കിൽ അതിലെ 2 കിലോ എടുത്ത് നീ സ്റ്റോക്ക് ചെയ്യണം. ഇന്ന് റേഷൻ കടകളിൽ കൈയുടെ മുമ്പിലുള്ള മുദ്ര കൊടുത്താൽ മാത്രമേ അവർക്ക് വാങ്ങാൻ പറ്റുകയുള്ളൂ. വിൽക്കണ കാര്യമല്ല, വാങ്ങാൻ. ഇതൊരു നിഴലാണ്. അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ വാങ്ങണമെങ്കിലും വിൽക്കണമെങ്കിലും ഈ മുദ്രയില്ലാത്തവന് കഴിയുകയില്ല. 3.5 വർഷം വിശുദ്ധന്മാർ ആന്റി ക്രൈസ്റ്റിന്റെ കയ്യിലിരിക്കും. അതിന്റെ ഇടയിൽ നിന്ന് ചിലർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രമോഷൻ കിട്ടും. അപ്പനെ മണിയടിച്ച് സ്വത്ത് സമ്പാദിക്കുന്ന തലത്തിലുള്ള പരിപാടി അല്ല ഇതാ. മുഖസ്തുതി പറഞ്ഞ് ആരാധിച്ചാൽ കിട്ടും, മുഖസ്തുതി പറഞ്ഞ് മേടിക്കുന്ന പരിപാടിയല്ല. പകരം അപ്പനോടുകൂടെ ജീവിക്കേ, അപ്പൻ്റെതായി ജീവിക്കേ. പക്ഷെ ഏത് പ്രതികൂലം വന്നാൽ ഇതാ ഞാൻ തയ്യാറാണ്. കാരണം എന്റെ ജീവനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. ഏത് മാർക്കോ ദ ബീസ്റ്റ് വരട്ടെ, എന്ത് വിഷയവും വരട്ടെ, ഇതാ എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്ക. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ. ഗ്ലോറി ടു ഗോഡ്. അദൃശ്യനായ മനുഷ്യനുള്ള ഭക്ഷണം കഴിക്കാൻ നമുക്ക് വീണ്ടും ദിവസത്തിൽ ഒരുങ്ങാം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിലെ ഓരോ വചനം കൊണ്ടും ജീവിക്കുന്നു. ഇതാ ദൈവരാജ്യത്തിൻ്റെ വചനവുമായി ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സബ്ജക്റ്റാണ് ഇന്ന് രാവിലെ കർത്താവ് പഠിപ്പിക്കാൻ ആരംഭിച്ചത്. പക്ഷെ പഠിപ്പിച്ചില്ല. പഠിപ്പിക്കുവാനായിട്ട് കർത്താവ് ഇതാ ഈ ഹോളിലായിരിക്കുന്ന, കോട്ടയം പട്ടണത്തിലായിരിക്കുന്ന, ഈ കാഴ്ച പരിധിയിൽ, ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായി കർത്താവ് ഓർപ്പിക്കുകയാണ്, ഇതാ മറ്റൊരു ഹൗവ. ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഒരു ടൈറ്റിൽ കേൾക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവുമായുള്ള ബന്ധത്തിൽ ഇതാ മറ്റൊരു ഹൗവ. ഹൗവ എന്ന കഥാപാത്രം, ആ കഥാപാത്രത്തിൻ്റെ ഉത്ഭവം തന്നെ ദൈവം ആദത്തിന് കൊടുത്തിട്ടുള്ള ആ പർപ്പസ് നിറവേറ്റുവാൻ ഒരു സഹായിയെ കൊടുക്കുകയാണ് ചെയ്തത്. ആദത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ദൈവം ഉത്ഭവിച്ചെടുത്ത് ആദത്തിൻ്റെ വാരിയലിൽ നിന്ന് ദൈവം രൂപപ്പെടുത്തിയെടുത്ത ഒരു ഹൗവ തന്നെ ആദത്തിൻ്റെ പരാജയത്തിന്, ആദത്തിൻ്റെ മരണത്തിന്, മാനവരാശിയുടെ മരണത്തിന് കാരണമായി തീർന്നു.
നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് സ്വർഗത്തിലെ ദൈവം ആദത്തോട് കൽപ്പിച്ചുവെങ്കിലും ഹൗവ പിശാചിനാൽ സർപ്പത്താൽ ചതിക്കപ്പെട്ട് ആ സന്ദേശം ആദത്തിൻ്റെ അടുക്കൽ കടന്നു വന്ന് പറയുകയും തുടർന്ന് ചതിക്കപ്പെട്ട ഹൗവയുടെ സന്ദേശം ആദം കേൾക്കുകയും ചെയ്തപ്പോൾ ആദത്തിൻ്റെ മുമ്പിൽ ദൈവം വച്ചിരുന്ന ടെസ്റ്റിൽ ആദം പരാജയപ്പെട്ടു. ആദം മരണത്തിലേക്ക് കൂപ്പുകുത്തി. ആദത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന നമ്മളെല്ലാവരും മരണത്തിലേക്ക് കൂപ്പുകുത്തി. എന്നാൽ ഒന്നാം ആദത്തിൻ്റെ വാരിയലിൻ്റെ ഉള്ളിൽ നിന്നാണ് ഹൗവയെ എടുത്തതെങ്കിൽ ഒടുക്കത്തെ ആദം തൻ്റെ രക്തം കൊടുത്താണ് തൻ്റെ ഹൗവയെ നേടുവാനിടയായത്. കാൽവരി ക്രൂശിൽ അപ്പോസ്തലപ്രവൃത്തി 20:28 പറയുന്നു, തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. അപ്പോൾ തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. ഒന്നാം ആദം തൻ്റെ എല്ല് ദൈവം ഉറക്കിക്കിടത്തി എല്ലെടുത്തു തൻ്റെ കാന്തയെ അല്ലെങ്കിൽ ഹൗവയെ സമ്പാദിച്ചെങ്കിൽ ഒടുക്കത്തെ ആദം തൻ്റെ രക്തം കൊടുത്ത് തൻ്റെ കാന്തയെ സഭയെ നേടി. ഗ്ലോറി. എന്നാൽ ഒന്നാം ആദത്തെ വിശ്വാസത്യാഗത്തിലേക്ക് അല്ല എങ്കിൽ ടെസ്റ്റിലെ പരാജയത്തിലേക്ക് മരണത്തിലേക്ക് തള്ളിയിട്ടത് ഈ ഹൗവയാണ്, ചതിക്കപ്പെട്ട ഹൗവയാണ് എങ്കിൽ ഒടുക്കത്തെ ആദമായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലും ഇതേ ഹൗവ അല്ല എങ്കിൽ കർത്താവിനെ അനുഗമിക്കുന്ന ആ ജനം, അതിലെ പ്രധാനപ്പെട്ട വ്യക്തി തന്നെ പത്രോസ്, യേശുവിനെ വിലക്കുവാനിടയായി നീ പിതാവ് വച്ചിട്ടുള്ള ആ ക്രൂശീകരണത്തിലേക്ക്, ആ പാനപാത്രത്തിലേക്ക് നീ പോകണ്ട. പക്ഷേ ഒടുക്കത്തെ ആദമായ യേശു ക്രിസ്തു ആ കാന്തയിലെ പ്രധാനപ്പെട്ട വ്യക്തിയായ, അതായത് സഭയിൽ നീ കെട്ടുന്നതെല്ലാം ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് നിയമിച്ചാക്കിയ ഈ പ്രധാനപ്പെട്ട വ്യക്തിയുടെ ഉപദേശം കേൾക്കുവാൻ തയ്യാറായില്ല. കാരണം അത് ഹൗവയുടെ പുറകിൽ, ഒന്നാം ആദത്തിൻ്റെ കാന്തയായ ഹൗവയുടെ പുറകിൽ പിശാചായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പിശാചിൻ്റെ പ്രസംഗം കേട്ടിട്ടാണ് കടന്നു വന്നത്. ഇതേപോലെ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ പത്രോസ് സഭയുടെ അധ്യക്ഷനായി, അല്ല എങ്കിൽ ഇതാ കർത്താവ് നിയമിച്ചാക്കിയ ആ പത്രോസ് കടന്നു വന്നിരിക്കുന്നത് പിശാചിൻ്റെ സന്ദേശവുമായിട്ടാണ്. ഹൗവ എങ്ങനെ ആദത്തിൻ്റെ അടുക്കൽ വന്നു, അതേപോലെ പിശാചിൻ്റെ സന്ദേശവുമായിട്ടാണ് പത്രോസ് യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. തുടർന്ന് യേശുവിനോട് പറയുകയാണ്, നീ കാൽവരി ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് നിനക്കൊരിക്കലും ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് ശാസിച്ചു തുടങ്ങി. പക്ഷേ യേശു ക്രിസ്തു വ്യക്തമായി ആത്മമണ്ഡലവും ഭൗതിക മണ്ഡലവും ഒരുമിച്ച് കണ്ടുകൊണ്ട് യേശു ക്രിസ്തു പിശാചിനെ ശാസിച്ചു, പത്രോസിനെ ഉപദേശിച്ചു. എങ്ങനെ? പിശാചിനെ ശാസിച്ചു, പത്രോസിനെ ഉപദേശിച്ചു. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, തിരിഞ്ഞ് മുഖം നോക്കിയപ്പോൾ പത്രോസായിരുന്നു മാനുഷിക ദൃഷ്ടിയിൽ, പക്ഷെ കർത്താവ് നോക്കിയത് പിശാചിനെയായിരുന്നു. സാത്താനെ എന്നെ വിട്ടുപോ. തുടർന്ന് അതേ വാക്ക് കണ്ടിന്യൂ ചെയ്തു, മനുഷ്യനോട് സംസാരിച്ചു, പത്രോസിനോട് സംസാരിച്ചു.
നീ ദൈവത്തിൻ്റെതല്ല, മനുഷ്യരുടെ അത്രേ കരുതുന്നത്. ഒറ്റ വാക്കിൽ തന്നെ ആത്മമണ്ഡലത്തിലുള്ള പിശാചിനോടും ഭൗതിക മണ്ഡലത്തിലുള്ള പത്രോസിനോടും ഒറ്റ വാക്കിൽ തന്നെ ഉത്തരം, സാത്താനെ എന്നെ വിട്ട് പോ. അത് പറഞ്ഞത് പത്രോസിനോടല്ല, പിശാചിനോടാണ്. കാരണം ഇവൻ്റെ പുറകെ നീ കൂടി ഒന്നാം ആദത്തെ ഹവ്വയിലൂടെ ചതിച്ചതുപോലെ നീ ഇവൻ്റെ പത്രോസിൻ്റെ പുറകെ കൂടി എന്നെ എൻ്റെ പിതാവ് വെച്ച ആ പദ്ധതിയിലേക്ക് പോകുവാൻ അനുവദിക്കാതെ തടയുകയാണ്. നീ എനിക്ക് ഇടർച്ചയാകുന്നു. യു ആർ എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ബിഫോർ മീ. നീ ഇടർച്ചയാണ്. നീ നിൻ്റെ ഉപദേശം ഞാൻ കൈക്കൊണ്ടാൽ എൻ്റെ പിതാവ് എൻ്റെ മേൽ നിക്ഷിപ്തമാക്കിയ ഇഷ്ടം ഞാൻ ചെയ്യുകയില്ല. ആരാണ് സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത്? എൻ്റെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. നിൻ്റെ ഈ സന്ദേശം ലോകത്തിലെ മക്കൾക്ക് സന്തോഷമായിട്ട് തോന്നും, കാരണം സഹിക്കേണ്ട ഒരാവശ്യവും ഇല്ല. പക്ഷേ അതിൽ ഞാൻ ഏറ്റെടുത്താൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. അപ്പോൾ പ്രിയരെ, യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഒരു ആത്മമരണത്തിലേക്ക് പോകുന്ന വഴി അതിലൂടെ തുറക്കുവാനിടയാകും. ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് കർത്താവ് യേശുവിനെ കുറിച്ച് പറയുന്നത്. യേശു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവനോട് ഭയഭക്തിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷിച്ചു. കാരണം ഇങ്ങനെയുള്ളൊരു അവസരങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളിൽ വീണുപോകും. അത് എൻ്റെ ആത്മമരണത്തിലേക്ക് എന്നെ നയിക്കും. എബ്രായ ലേഖനം 5 ഭാഗമാണ് ഞാൻ പറയാനായിട്ടിടയായത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഒരു മരണത്തിലേക്ക് കടന്നു പോകാതിരിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി. നമുക്കിവിടെ കടന്നു വരാം. ആ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ എബ്രായ ലേഖനം 5:7 ശബ്ദമുയർത്തി വായിച്ചാട്ടെ. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ വീണു പോകാതിരിക്കണമെങ്കിൽ നാം എപ്പോഴും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ഇരിക്കണം. ഗ്ലോറി. അപ്പോൾ നമ്മുടെ കഴിവ് കൊണ്ടല്ല നാം രക്ഷപ്പെടുന്നത്, ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ്. ഗ്ലോറി. ആ ദൈവിക ദർശനത്തിൽ തന്നെ നിൽക്കുവാൻ, മാനുഷിക ഇഷ്ടത്തിലേക്ക് സ്കിപ്പായി പോകുവാൻ ഇടയാകരുത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ നാം അന്ത്യനാളുകളിൽ മുന്നോട്ടേക്ക് പോകുന്നില്ല എങ്കിൽ നാം അവിടെ വീണു പോകാനായിട്ട് ഇടയാകും. മനസ്സിലാക്കിക്കൊള്ളണം, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തതും ഇനി ഒരിക്കൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ പരീക്ഷയാണ്. ഗ്ലോറി. കാരണം നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്ഥാനവും വലിയതാണ്. അപ്പോൾ ഇവിടെ അനുദിനം ശ്രദ്ധിക്കേണ്ട കാര്യം, ഹവ്വയെ കേൾക്കാൻ പോകരുത്. ആരാണ് നിന്റെ ഹവ്വ എന്ന് ചോദിച്ചാൽ നിന്റെ അടുത്തിരിക്കുന്ന ആൾ തന്നെയാണ് നിന്റെ ഹവ്വ. ഗ്ലോറി. നീ ചുറ്റും കേൾക്കുന്ന സ്വരങ്ങളാണ് നിന്റെ ഹവ്വ. ഹവ്വയെ കേൾക്കാൻ പോകാതെ നിന്റെ പിതാവിനെ കേൾക്കുക, നിന്റെ ഉടയവനെ കേൾക്കുക. ഗ്ലോറി. കാരണം തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിത്വവും ആഗ്രഹിക്കുന്നത് സഹിക്കുവാനല്ല, ഏതെങ്കിലും ഒരു ഉപദേശത്തിലൂടെ സഹനത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്. മനസ്സിലായോ? അതുകൊണ്ട് തൊട്ടടുത്തിരിക്കുന്നത് പ്രിയ കുഞ്ഞേ നിന്റെ ഹവ്വയാ. അതുകൊണ്ട് ചുറ്റുപാടുമുള്ളതിൽ നിന്ന് സന്ദേശങ്ങൾ ഉൾക്കൊള്ളരുത്. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം ചുറ്റും നിൽക്കുമ്പോൾ ഈ സാക്ഷികളിൽ നിന്നല്ല നാം ഉപദേശം സ്വീകരിക്കേണ്ടത്, ക്രിസ്തുവിൽ നിന്നാണ് ഉപദേശം സ്വീകരിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? കാരണം എല്ലാ സാക്ഷികളുടെയും ഓൾമോസ്റ്റ് ഓൾ അവരുടെ ചിന്തകൾ എന്ന് പറയുന്നത് ഭൂമിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം. പൗലോസിനെ പോലെ
ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമെന്ന് ചിന്തിക്കുന്ന തലത്തിലേക്കുള്ളവർ കുറവാണ്. പകരം നല്ലൊരു പങ്കിനും എനിക്ക് ജീവിക്കുന്നത് ഞാനും മരിക്കുന്നത് നഷ്ടവും ആണ്. എന്നാൽ പൗലോസിന് എനിക്ക് ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവാണ്. എൻ്റെ ഓരോ ശ്വാസവും ഞാൻ ശ്വസിക്കുന്നത് എനിക്ക് ജീവിക്കാനല്ല, ക്രിസ്തുവിനെ ജീവിക്കാനാണ് ഭൂമിയിൽ. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ കുറവായതുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് വരുന്നത് വരെ അല്ല, വന്നെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അവരുടെ വാക്കുകളിലൂടെയേ മനസ്സിലാകത്തുള്ളൂ. അവരുടെ ഓരോ വാക്കുകളും അവരിലേക്കല്ല, ദൈവത്തിലേക്ക് മാത്രം അടുപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാ ആദത്തെ ചതിച്ച ഹൗവ, ആദത്തെ മരണത്തിലേക്ക് വിടുവിച്ച ഹൗവ ക്രിസ്തുവിനെ മരണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. പത്രോസ് സഭയിലെ അംഗം, മേലധികാരി. പക്ഷെ ക്രിസ്തു പത്രോസിനെ ഉപദേശിച്ചു, പിശാചിനെ ശാസിച്ചു. ക്രിസ്തു ആ മരണത്തിലേക്കുള്ള വഴിയിൽ വീണില്ല. ക്രിസ്തു മരണത്തെ ജയിച്ച് ആദ്യഫലമായി എടുക്കപ്പെട്ടു. ഗ്ലോറി. ഇത് നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് അന്ത്യകാലമാണ്. കർത്താവ് പറഞ്ഞു, ആരൊക്കെ നല്ലത് ആരൊക്കെ ചീത്തയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അനേക കള്ള പ്രവാചകന്മാർ ഇറങ്ങും, അനേക ക്രിസ്തുക്കൾ രംഗത്ത് വരും. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. അതിൻ്റെ അർത്ഥം ഇതാ, ഈ കള്ളപ്രവാചകന്മാരെല്ലാം വിശുദ്ധ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും, ഹൗവയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും, സഭയിൽ നിന്ന് തന്നെ എഴുന്നേൽക്കും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ നമ്മൾ അപകടത്തിലാകും. ശ്രദ്ധിച്ചാട്ടെ. അതുകൊണ്ട് പ്രിയ സഹോദരനെ, നിങ്ങൾ അടുത്തിരിക്കുന്ന സഹോദരനെ സഹോദരിയെ സ്നേഹിക്കുക, ബഹുമാനിക്കുക. പക്ഷെ ഉപദേശം ദൈവത്തിൽ നിന്ന് ഏറ്റെടുക്കുക. ഇതാ കർത്താവിൻ്റെ വചനം പറയുന്നത്. ചാക്കോ പറയുന്നത് കേൾക്കൂ, മേരി പറയുന്നത് കേൾക്കൂ, ഫിലിപ്പ് പറയുന്നത് കേൾക്കൂ എന്നല്ല, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ളവൻ കേൾക്കട്ടെ. ഗ്ലോറി. അല്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ തെറ്റിപ്പോകാൻ വീണുപോകാൻ ഇടയാകും. ആരും നിങ്ങളെ താങ്ങാനുണ്ടാവുകയില്ല. വാണിംഗ് തരാൻ മാത്രമേ ഇതാ ദൈവത്തിന് കഴിയത്തുള്ളൂ. കാരണം പരീക്ഷ ദൈവമല്ല എഴുതേണ്ടത്, നമ്മളാണ് എഴുതേണ്ടത്. ഓരോ സ്റ്റുഡൻറ്റുമാണ് പരീക്ഷ എഴുതേണ്ടത്. ഈ ലോകത്തിലെ ജീവിത ഫസ്റ്റ് ഫേസ് നമ്മുടെ ടെസ്റ്റാണ്, നമ്മുടെ പരീക്ഷയാണ്. ഈ പരീക്ഷ എങ്ങനെയെന്ന് നിങ്ങൾക്കൊന്ന് അറിയണമെങ്കിൽ കർത്താവിൻ്റെ സാമ്പിൾ പേപ്പർ ഇട്ടിട്ടുണ്ട്. കർത്താവിൻ്റെ വചനം പറയുന്നു, നോഹയുടെ കാലം പോലെ തന്നെ ആ കാലം. ഗ്ലോറി. നോഹയുടെ കാലം പോലെ തന്നെ. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ, സാമ്പിൾ അറിയണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോഹയുടെ കാലത്തിലേക്ക് തിരിയുക. എന്നിട്ട് നോഹയുടെ കാലത്തെ ഒന്ന് പഠിക്കുക. ആ കാലം പോലെ തന്നെയാണ് ഈ കാലവും. അപ്പോൾ നോഹ എങ്ങനെ ഒരുങ്ങിയോ, നോഹ ഒരുങ്ങിയത് ഭൗതിക തലത്തിലാണ്. ഗ്ലോറി. നിങ്ങൾ ഇതേപോലെ ആത്മീക തലത്തിലും ഒരുങ്ങണം, ഭൗതിക തലത്തിലും ഒരുങ്ങണം. കാരണം ഇതാ നോഹയ്ക്ക് ഉള്ളതുപോലെ തന്നെയുള്ളൊരു ക്രമീകരണം നിങ്ങൾക്കുമുണ്ട്. നിങ്ങൾക്ക് ഇന്നൊരു പുറത്തെ മനുഷ്യനുണ്ട്, നിങ്ങൾക്കൊന്നൊരു അകത്തെ മനുഷ്യൻ ഉണ്ട്. നോഹ 2 തലത്തിലാണ് ഒരുങ്ങിയത്. അതേപോലെ നിങ്ങളും 2 തലത്തിൽ ഒരുങ്ങണം. നിങ്ങളുടെ അകത്തെ മനുഷ്യരിൽ നിങ്ങൾ ഒരുങ്ങണം. ഒന്ന്, കാരണം നോഹയുടെ കാലം പോലത്തെ കാലമാണ് എങ്കിലും ഇതാ തുടർന്ന് ദൈവം നോഹയുടെ ബോഡിയെ പ്രിസർവ് ചെയ്തിരുന്നു. എന്നാൽ നമ്മുടെ കാലത്തിലേക്ക് വരുമ്പോൾ ഇനി ദൈവം ബോഡിയെ പ്രിസർവ് ചെയ്യണമെന്നില്ല. കാരണം അടുത്ത സ്റ്റേജിൽ ജീവിപ്പാൻ നോഹയ്ക്ക് ബോഡി ആവശ്യമായിരുന്നു. നമുക്ക് അടുത്ത സ്റ്റേജിൽ ജീവിക്കാൻ ഈ ബോഡിയുടെ ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ കാലവും ഈ കാലവും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് നിഴൽ കാലം, ഇത് പൊരുൾ കാലം. രണ്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മളെ
ഇതാ വലിച്ചു മാറ്റി, ദൈവത്തിൽ നിന്ന് ദൂരെ 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 വലിച്ച് മാറ്റിയിരിക്കുകയാണ് ഈ കാലത്തിൽ. ഇതാ നമുക്ക് ഇതുമായുള്ള ബന്ധത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 21-ാം വാക്യം വായിച്ചു. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്ന് ഉണ്ടാകും. ശ്രദ്ധിച്ച്, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. വാക്കാരുടേതാണെന്നറിയാമോ? യേശുക്രിസ്തുവിൻ്റെതാണ്. യേശുക്രിസ്തു നുണ പറയുകയില്ല, പറഞ്ഞാൽ ആ വാക്കിന് മാറിപ്പോകാനും കഴിയുകയില്ല. തുടർന്ന് അവിടെ പറയുകയാണ് അതിൻ്റെ 24-22 ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ. ഏത് നാളുകൾ? ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഇനി ഒരിക്കൽ സംഭവിക്കാത്തതുമായ ആ കാര്യങ്ങൾ നടക്കുന്ന ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷപ്പെടുകയില്ല. അപ്പോൾ ആ നാളിൻ്റെ തീവ്രത നോക്കിയേ. തീവ്രത ഉള്ള ഒരു നാളാണ്, വിഷയമുള്ള ഒരു നാളാണ്. ലോകാരംഭം ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം വലിയ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്ന നോഹയുടെ കാലത്തെ പോലും കർത്താവ് ഇവിടെ ഓവർടേക്ക് ചെയ്യുക. 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കാലത്തെയൊക്കെ കർത്താവ് ഓവർടേക്ക് ചെയ്യുക. ഇതാ നമുക്കിവിടെ കാണാം. വെളിപ്പാട് പുസ്തകത്തിൽ ഇതിൻ്റെ ഒരു നിഴല് കൊടുത്തിട്ടുണ്ട്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കെട്ടിയിരിക്കുന്ന 4 ദൂതന്മാർ. എന്തിനാണെന്നറിയാമോ അവിടെ കെട്ടിയിട്ടിരിക്കുന്നത്? ഈ പീരീഡിൽ ചില കാഹളം ഊതുമ്പോൾ ഭൂമിയിലെ 1/3 ജനങ്ങൾ മാറ്റപ്പെടും, മരണമടയും. അതായത് ഇന്ന് 7.5 ബില്യൺ ജനങ്ങളാണ് ഭൂമിയിലുള്ളതെങ്കിൽ 2.5 ബില്യൺ ജനങ്ങൾ ഹിറ്റ്ലറുടെ ഗ്യാസ് ചേമ്പറിൽ പോലും ഇതിൻ്റെ മുമ്പിൽ ഒരു ഈച്ചയായി മാറും. ഗ്ലോറി. ഇതാ കർത്താവ് പറഞ്ഞ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഇനി ഒരിക്കൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം ആ നാളിലുണ്ടാകും. സൂര്യൻ ഉരുണ്ടു പോകും. ഗ്ലോറി. സൂര്യൻ ഇല്ലാതെയാവുകയല്ല. ഇതാ അത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വലിയൊരു അണുവായുധ യുദ്ധത്തിന്റെ ക്രമീകരണം കടന്നു വന്ന് ആകാശം കരിയാൽ കാർബണാൽ മൂടിപ്പോകും. ഗ്ലോറി. ഒരു വമ്പൻ വിഷയം നമ്മുടെ മുൻപിലേക്ക് കടന്നു വരികയാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ മുൻപിൽ നമ്മളെ ഏത് സ്റ്റേജിൽ നിർത്തണമെന്ന് നമ്മൾ ഇതുവരെയും ഏത് സ്റ്റേജ് വരെ പാസ്സായി എന്ന് ദൈവത്തിന് അറിയും. ഗ്ലോറി. അത് ദൈവം തീരുമാനിക്കും. പക്ഷേ ഇവിടെ ചതിക്കപ്പെടാൻ ഇടയാകരുത്. ഇതാ മറ്റൊരു ഹൗവ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ സഭ എന്താണ് ചെയ്യുന്നത്? ഇതാ നല്ലൊരു കൂട്ടരും ഇവിടെ പ്രവർത്തിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്, സഹോദര സഹോദരി, ഇതൊന്നും നമുക്കില്ല. ഈ സഹനത്തിലൂടെ പോകേണ്ട പാർട്ട് ഒന്നും നമുക്ക് ഇല്ല. ജനത്തിന് പത്രോസിനെ പോലെ, യേശുവിൻ്റെ അടുക്കൽ വന്ന ആദ്യ പത്രോസിനെ പോലെയുള്ള ദൈവദാസന്മാർക്കും ലോകാനുരൂപമായ ജനത്തിനും ഇത് കേട്ട സന്തോഷമാകുകയോ ഇല്ലയോ? അവർക്ക് തീർച്ചയായും സന്തോഷമാകത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയെങ്കിലും സഹനത്തിൻ്റെ വഴികൾ ജീവിതത്തിൽ നിന്ന് ഒഴിവായി കിട്ടണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ദൈവരാജ്യത്തിൻ്റെ ആ ആയുധം അവരെടുത്തിട്ടില്ല. ഇത് നമ്മൾ എടുക്കണം. അല്ല എങ്കിൽ ആയുധമില്ലാത്തവൻ യുദ്ധത്തിൽ തോറ്റുപോകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സഹിക്കാനുള്ള മനോഭാവം നീ ആയുധമായി എടുക്കണം. അല്ല എങ്കിൽ നീ തോറ്റുപോകും. ആരാണ് മാതൃക? ക്രിസ്തുവാണ് മാതൃക. ക്രിസ്തു ജഡത്തിൽ കഷ്ടം സഹിച്ചതുപോലെ സഹിക്കാനുള്ള മനോഭാവം നീ ആയുധമായി എടുക്കണം. അതിൻ്റെ അർത്ഥം നിന്റെ ഒരു കർണത്തെ അടിക്കുന്നവന് മറുകർണം കൂടി കാണിച്ചു കൊടുക്കുവാൻ നിനക്ക് കഴിയണമെങ്കിൽ നീ സഹിക്കാനുള്ള മനോഭാവം ഉള്ള വ്യക്തി ആയിരിക്കണം. അല്ല എങ്കിൽ നിനക്കത് കഴിയില്ല. ഇതാ
കടന്നു വന്നാട്ടെ. 1 പത്രോസ് 4-ാം അധ്യായം. കുഞ്ഞുങ്ങളെ, ദൈവരാജ്യത്തിൻ്റെ ചലനം ഈ ലോകത്തിൻ്റെ ചലനം അല്ല, വ്യത്യാസമാണ്. ലോകത്തിൻ്റെ ചലനത്തിൽ നിയമങ്ങളുണ്ട്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ നിയമത്തിൽ ഞാനോ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത തലത്തിലാണ് കർത്താവ് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാക്കുവാൻ ഇടയാകുകയുള്ളൂ. അതിൻ്റെ 4-ന്റെ 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. അപ്പോ ഈ ആയുധത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന കുഞ്ഞെ, നീ ഒരു കാട്ടിലൂടെ യാത്രയാണ്, നിന്റെ കയ്യിലൊരു നിധി ഇരിക്കുന്നുണ്ട്. ഗ്ലോറി. ഇതറിഞ്ഞാൽ കള്ളന്മാർ എന്നാ ചെയ്യും? എങ്ങനെയെങ്കിലും നിന്നെ തകർത്തിട്ട് ആ നിധി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. അങ്ങനെയെങ്കിൽ നീ കാട്ടിലൂടെ പോകുമ്പോൾ, നിധി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നീ എന്തും കൂടി കരുതും, ആയുധം കൂടെ കരുതും. ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം, ദൈവത്തിൻ്റെ വചനം പറയാ, നിധിയാണ്, നിധി. ആ നിധി നിനക്ക് തരുമ്പോൾ നീ അതിനെ കാക്കുവാനായിട്ട് സഹിക്കുവാനുള്ള മനോഭാവം കൂടെ ആയുധം കയ്യിലെടുത്തോളണം. ആയുധം കയ്യിലില്ലാതെ ഒന്നാമത്തെ പത്രോസ് ഞാൻ പറഞ്ഞത്, ഇതും പത്രോസിന്റെ ലേഖനമാ. ഇതും യഥാർത്ഥ ദർശനം കിട്ടി പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച ശേഷം ഈ പത്രോസ് ആള് മാറിയതുപോലെയായി. ആ പത്രോസ് പറയുകയാണ്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം സഹിച്ച മനോഭാവം നിങ്ങൾ ആയുധമായി എടുത്തുകൊള്ളണം. അപ്പൊ ഈ മനോഭാവം ഇല്ലാത്ത വ്യക്തികളാണ് സമൂഹത്തിൽ, സഭകളിൽ ധാരാളം പേർ, എക്സെപ്റ്റ് എ ഫ്യൂ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ ചുറ്റും നിന്ന് സംസാരിക്കുന്നത് കൊണ്ട് ലോകത്തിൽ നാം കേൾക്കും, ഇതിലൂടെ നാം കടന്നു പോകേണ്ട ഒരാവശ്യവും ഇല്ല. അങ്ങനെയുള്ളവരോട് ഞാൻ ലോകത്തിൽ നിങ്ങളോട് പറയുകയാണ്, സഭ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കാന്ത ഇതിലൂടെ കടന്നു പോകണ്ട എന്ന ഒരു ബൈബിൾ വചനം നിങ്ങളുടെ ഇൻ്റർപ്രട്ടേഷൻ കൂടാതെ കുഞ്ഞുങ്ങളെ നിങ്ങൾ തരുന്നുവെങ്കിൽ, ദൈവദാസന്മാരെ നിങ്ങൾ തരുന്നുവെങ്കിൽ അതിലേക്ക് ഞാനും കടന്നു വരാൻ തയ്യാറാണ്. അല്ല എങ്കിൽ ഒരു ഇൻ്റർപ്രിട്ടേഷനും കൂടാതെ ബൈബിളിൽ നിന്ന് പറയുന്ന ഈ വചനങ്ങളെ വിശ്വസിച്ച് പ്രിയ സഹോദരങ്ങളെ അവനവൻ്റെ ജീവൻ നേടാൻ നോക്കുക. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മനുഷ്യൻ്റെ സങ്കല്പങ്ങളും താല്പര്യങ്ങളും ആയിരിക്കരുത്, ദൈവവചനം തന്നെ ആയിരിക്കണം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ചതിക്കപ്പെടരുത്. നിങ്ങൾക്ക് SSLC തോറ്റാൽ വീണ്ടും കടന്നു വന്ന് രണ്ടാമത് എഴുതാൻ കഴിയും. പക്ഷേ ജീവിതമാകുന്ന പരീക്ഷയിൽ തോറ്റാൽ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയുകയില്ല. ഒരിക്കൽ ജീവിതവും തുടർന്നൊരു മരണവും പിന്നൊരു ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പരീക്ഷിക്കുവാനുള്ള സമയമില്ല, ഒരു സെക്കൻഡ് ചാൻസ് നമുക്കില്ല. വിശുദ്ധ ബൈബിൾ എന്ത് പറയുന്നു അതേറ്റെടുത്ത് മുന്നോട്ടേക്ക് ഓടുക. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഓടേണ്ട, അവരെ സ്നേഹിക്കുക, അവരെ ബഹുമാനിക്കുക. ഉപദേശം ദൈവത്തിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നിന്ന് മാത്രം സ്വീകരിക്കുക. ഗ്ലോറി. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ മനോഭാവം വേണം. കാരണം നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു നിധിയാണ്. നിധിയും കൊണ്ട് പോകുമ്പോൾ, കാരണം സ്വർഗരാജ്യം നിധിയാണ്, നിധിയും കൊണ്ട് പോകുമ്പോൾ ഈ മനോഭാവം നിങ്ങൾക്ക് എസ്കോർട്ടായി ഇരിക്കുവാനായിട്ട് ഇടയാകട്ടെ. ഗ്ലോറി. അങ്ങനെ ഈ സ്വർഗരാജ്യത്തിലെ ഓഫർ എന്ന് പറയുന്നത് നീ ഒരു രാജാവായിരിക്കും. ജയിച്ചു വന്നാൽ നീ ഒരു രാജാവായിരിക്കും. ഇതാണ് വെളിപ്പാട് പുസ്തകം 3:21 പറയുന്നത്. കർത്താവ് പറയുകയാണ്, ഞാൻ ജയിച്ചു, എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ. എവിടെ ഇരുന്നു? കൊരണ്ടിപ്പലയിലോ അല്ല, പലകയിലല്ല, സ്റ്റൂളിലല്ല, ചെയറിലല്ല, സിംഹാസനത്തിൽ, രാജാക്കന്മാർ ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ അതേ സിംഹാസനത്തിൽ ഇരുത്തും. അതിൻ്റെ അർത്ഥം നീ ജയം പ്രാപിച്ച് കടന്നു വരണം. ഗ്ലോറി. ജയം പ്രാപിച്ച് കടന്നു വരണം. എന്താണ് ആ ജയം? ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്ന മേഖലയിലെ ജയം എന്ന് പറയുന്നത് യേശുവിനോട് രാജാക്കന്മാരായി തീരുവാൻ നിങ്ങൾക്ക് കഴിയും. എങ്ങനെയെങ്കിൽ വെളിപ്പാട് 20:4 പറയുകയാണ്, ഈ കഷ്ടങ്ങളിലൂടെ കടന്ന് വന്ന് ജയം പ്രാപിച്ചവർ ക്രിസ്തുവിനോടുകൂടെ രാജാക്കന്മാരായി ഭൂമിയെ വാഴുന്ന ചിത്രമാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ? എന്നാൽ മറ്റൊരു ഹൗവ പറയുന്നു,
ഗ്ലോറി. മറ്റൊരു ഹവ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടില്ലാത്ത സഭയിലെ സകല ദൈവദാസന്മാരും ജനങ്ങൾ. മറ്റൊരു ഹവ പറയുന്നു നമ്മൾ അതിലൂടെ ഒന്നും പോകണ്ട എന്ന്. എന്നാൽ മറ്റൊരു ഹവ വായിക്കുന്ന ബൈബിൾ പറയുന്നു നീ അതിലൂടെ പോകണം. ഗ്ലോറി. ശ്രദ്ധിച്ചാട്ടെ, 20:4 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് വായിച്ചാട്ടെ. 20:4 വെളിപ്പാട് പുസ്തകം 20:4. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. ഇതാ ന്യായാസനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ഈ കോടതിയിലെ ഈ ജഡ്ജി ഇരിക്കണം അതാണ്. ഇംഗ്ലീഷിലേക്ക് അവിടെ എഴുതിയിരിക്കുകയാണ് ഐ സോ ത്രോൺസ്, ഞാൻ സിംഹാസനങ്ങളെ കണ്ടു. ഗ്ലോറി. താഴേക്ക്. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും. ശ്രദ്ധിച്ച്, യേശുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തം തല കാരണം അടുത്ത സ്റ്റേജിൽ നമുക്ക് ജീവിക്കാൻ ഈ തല വേണ്ട. ഗ്ലോറി. ഈ താഴെ കാണാം അവരെ വീണ്ടും തലയുള്ളവരായി വാഴുന്നു. ഗ്ലോറി. ഈ തല പോയി, പക്ഷെ തുടർന്ന് താഴെ കാണാം അവർ വീണ്ടും തലയുള്ളവരായി വാഴുകയാണ്. ഗ്ലോറി. വായിച്ചേ. മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും. മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും. മൃഗം കാണിക്കുന്നത് ക്രിസ്തുവിന് എതിർ നിൽക്കുന്ന ഗവൺമെന്റിനെയാണ് ആ മൃഗം കാണിക്കുന്നത്. ഗ്ലോറി. അതിൻ്റെ സിസ്റ്റത്തെയാണ് പ്രതിമയെ കാണിക്കുന്നത്. അതിന് ദൈവത്തിന് എതിർ നിൽക്കുന്ന ആ സിസ്റ്റത്തെ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായ ഒരു വ്യാപാര നിയമം കടന്നു വരും, എ ഫൈനാൻഷ്യൽ ലോ. കാരണം ദൈവത്തിൻ്റെ വചനം പറയുകയാണ് ആ മുദ്ര, ഗവൺമെന്റിന്റെ ആ മുദ്ര ഉള്ളവന് മാത്രമേ വാങ്ങുവാനും വിൽക്കുവാനും കഴിയുക ഉള്ളൂ. മനസ്സിലായോ? ആ ഗവൺമെന്റിന് ആ മുദ്രയുള്ളവന് മാത്രമേ അതിന് പറ്റുകയുള്ളൂ. അപ്പോൾ ഇതാ തുടർന്ന് ഈ ലോകത്തിൻ്റെ എക്കോണമി തകർന്ന് താഴെ പോകും. ആർക്ക്? ദൈവമക്കൾക്ക്. ഗ്ലോറി. ഈ എക്കോണമി ഇവരുടെ മേൽ തന്നെ വീഴും. അങ്ങനെ അതായത് ഇതാ ചെറുപ്പത്തിലെ ഞാൻ എന്തോ കാര്യങ്ങൾ തപ്പി പോയപ്പോൾ അമ്മ എന്തോ എന്നോട് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ഞാൻ ചെയ്യുള്ളായിരുന്നു. അങ്ങനെ എന്തോ തപ്പി ചെന്ന സമയത്ത് ഇതാ ഏതോ ഒരു കാര്യം അലമാരിയുടെ മുകളിലിരിക്കുന്നത് ആണെന്ന് എനിക്ക് സംശയം തോന്നി. അപ്പോൾ ഞാൻ അലമാരിയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറുവാൻ വേണ്ടി ഒരു സ്റ്റൂളിട്ടിട്ടും ഞാൻ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ നോക്കി, എനിക്ക് പറ്റിയില്ല. അവസാനം സ്റ്റൂളിൽ നിന്നോട് ചാടി അലമാരി കയറി പിടിച്ചു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, അലമാരി എൻ്റെ മേത്തേക്ക് വന്ന് വീണു. ഇത് കണ്ടോ? അലമാരിയുടെ അടിയിൽ കിടക്കുന്ന കൊച്ച്, അനിയൻ അതിനെ പൊക്കാൻ നോക്കുകയാണ്. എൻ്റെ ചേച്ചിയാണ് അവിടെ ഉണ്ടായിരുന്നു. ചേച്ചി വളരെ നോക്കി പൊക്കിയെടുക്കാനായിട്ട്, പക്ഷേ ഞാനിതാ അലമാരിയുടെ അടി കിടക്കുക. അപ്പോൾ കുഞ്ഞെ, ഈ ലോകത്തിൻ്റെ എക്കോണമിയിൽ പിടിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന നിന്നോട് ഇതാ കർത്താവ് പറയാ, മോനെ ഇനിയും അള്ളിപ്പിടിക്കണ്ട, സ്ലോ ഡൗൺ. ഇത് നിന്റെ മേൽ തന്നെ വീഴും. സ്ലോ ഡൗൺ. ഗ്ലോറി. ഒരു ഹമ്പ് കണ്ടാൽ നിങ്ങൾ എന്നാ ചെയ്യും ഡ്രൈവർമാർ? 60 120 സ്പീഡ് കൂട്ടുവോ? ഇല്ല. ഹമ്പ് കണ്ടാൽ നിങ്ങൾ ഉടനെ തന്നെ ബ്രേക്ക് ചവിട്ടി പയ്യെടുക്കും, അല്ല എങ്കിൽ നടുപൊടിയും. ഇല്ലേ? ഇതാ മുമ്പിൽ വരുന്ന ഈ ഫൈനാൻഷ്യൽ ലോയുടെ മുമ്പിൽ നടു ഒടിയാതിരിക്കണമെങ്കിൽ ഇതാ ലോകത്തുള്ള ജനത്തോട്, ദൈവജനത്തോട് കർത്താവിൻ്റെ ആത്മാവ് ഓർപ്പിക്കുക, സ്ലോ ഡൗൺ. അല്ല എങ്കിൽ ലോകത്തിൻ്റെ എക്കോണമി, പ്രിയ പൈതലെ, ഇതേപോലെ നിന്റെ മേലേക്ക് വീഴും. നിനക്ക് അവിടെ നിന്ന് പൊങ്ങാൻ പറ്റില്ല. ഗ്ലോറി. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എങ്ങനെയാണ് സ്ലോ ഡൗൺ ചെയ്യണേ? ഞാൻ എൻ്റെ ജീവിതം പറയാം, താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റെടുത്തു. ഗ്ലോറി. ഇതായി സ്ലോ ഡൗൺ. അമ്മയുടെ താലിമാല പണയം വെച്ച് ഒരു ഗതിയുമില്ലാത്ത എന്നെ പഠിക്കാൻ വിട്ട് തുടർന്ന് സ്വർഗത്തിലെ ദൈവം എന്നെ അവിടെ നിന്ന് ഉയർത്തി. തുടർന്ന് ഇതാ റാസൽ കൈമേൽ ഒരു സ്ഥാപനം, 2 സ്ഥാപനം, 2 ലൈസൻസുകൾ തന്നു. തുടർന്ന് ദുബായിൽ ഒരു ലൈസൻസ് തന്നു. തുടർന്ന് ഞാൻ വികസിക്കാൻ വേണ്ടി റഷ്യയിലേക്ക് ഞാൻ കടന്നുപോയി. റഷ്യയിൽ ഇതാ അവിടെ വിസ അടിച്ചു. അസർബൈജാൻ എന്ന് പറയുന്ന സിറ്റിയിലെ രാജ്യത്ത് വിസ അടിച്ചു. തുടർന്ന് ഇതാ
ആ സ്ലോ ഡൗൺ പ്രോസസ്സിൻ്റെ ഭാഗമായി അസർബൈജാനിലേക്ക് മടങ്ങിപ്പോയില്ല. ദുബായിലെ സ്ഥാപനം മറ്റൊരാൾക്ക് വിട്ടുകൊടുത്തു. റാസൽ ഖൈമയിലെ സ്ഥാപനം ഇത് കഷ്ടി. ഇതാ കഴിഞ്ഞ മാസം ഞാനൊരു 10 ദിവസം തികച്ച് എറൗണ്ട് റാസൽ ഖൈമയിലില്ല. അതും 2-3 ദിവസമോ അല്ലെങ്കിൽ 4 ദിവസം എൻ്റെ സ്ഥാപനത്തിൽ പോയിട്ടുള്ളൂ. ഞാനത് സ്ലോ ഡൗൺ ചെയ്യുക. ആദ്യത്തെ സ്ലോ ഡൗൺ ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതി എന്നുള്ള ലെവലിലേക്ക് കൊണ്ടുവന്നു. ഇനി അടുത്ത സ്ലോ ഡൗൺ ഏത് സമയവും കൈ വിടാൻ തയ്യാറായി ആ ലെവലിൽ നിൽക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം നമുക്ക് എവിടെയെങ്കിലും മുറുക്കെ പിടിക്കണമെങ്കിൽ നമ്മൾ വേറൊരിടത്ത് നിന്ന് കൈ അഴിച്ചു കൊടുക്കണം. നിത്യജീവനെ നീ മുറുകെ പിടിച്ചു കൊള്ളണം. അങ്ങനെയെങ്കിൽ ഇതാ വേറൊരു ഭാഗത്ത് നിന്ന് കൈ അഴിച്ചെങ്കിൽ, ഏത് കയ്യ്? ഹൃദയത്തിൻ്റെ കയ്യ് അഴിച്ചെങ്കിൽ മാത്രമേ മറ്റൊരു ഭാഗത്ത് മുറുകെ പിടിക്കുവാൻ കഴിയുകയുള്ളൂ. സ്ലോ ഡൗൺ. കാരണം നിന്നെ ഇന്ന് കൊണ്ടുപോകുന്നത് ആ മുതല ഒരു ഇര പിടിക്കുന്നത് പോലെയാണ്. മുതല ഇര പിടിക്കുമ്പോൾ മുതല കരയിലിട്ടിട്ടല്ല ഇര പിടിക്കും, കരയിലിട്ട് കടിക്കും. ഗ്ലോറി. ഉടനെ അത് ചതുപ്പ് നിലത്തിലേക്ക്, ആ വെള്ളത്തിലേക്ക് ആ ഇരയും കൊണ്ടുപോകും. അവിടെ ചെന്നാൽ പിന്നെ ഇരയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇതേപോലെ ഏദനിൽ വെച്ച് നമ്മൾ അന്നത്തെ ഹൗവയാൽ ചതിക്കപ്പെട്ട നമ്മുടെ മൂത്ത അപ്പൂപ്പൻ, ഗ്ലോറി, ചതിക്കപ്പെട്ട ഹൗവയുടെ ഉപദേശം കേട്ടു. തുടർന്ന് മൂത്ത അപ്പൂപ്പനെ ഇതാ പിശാച് ഒരു സത്വമായി, ഒരു മൃഗമായി, ഒരു മുതലയായി ചിത്രീകരിച്ചാൽ അവൻ അവിടെ നിന്ന് കടിച്ചെടുത്തു ഭൂമിയിലേക്ക് വലിച്ചു. ഏദനിലായിരുന്ന മനുഷ്യൻ ഭൂമിയിലെത്തി. തുടർന്ന് ഇതാ ആ പിശാചിൻ്റെ കീഴിലുള്ള ലോക സിസ്റ്റം അവിടെ നിന്ന് വലിച്ചെടുത്തു, ഭൂമിയിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയി ക്യാഷിൻ്റെ കീഴിലാക്കി, മണിയുടെ കീഴിലാക്കി. ഗ്ലോറി. ദൈവത്തിൽ നിന്ന് അകലെ അകലെ. ഇനി അടുത്തത് അവിടെ നിന്നും വലിച്ചെടുത്ത് മാർക്ക് ഓഫ് ദ ബീസ്റ്റിന്റെ കീഴിലേക്ക് കൊണ്ടുവരും. അവിടെ എത്തിയാൽ പിന്നെ കുഞ്ഞെ നിനക്ക് രക്ഷയില്ല. അവിടെ എത്തിയാൽ രക്ഷയില്ല. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാ നമ്മൾ അങ്ങോട്ടേക്ക് കടന്നു വരും. 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ മൃഗത്തിൻ്റെ മുദ്ര എടുത്താൽ അവൻ തീ പൊയ്കയിലേക്ക് തള്ളപ്പെടും. അവൻ തീ പൊയ്കയിലേക്ക് തള്ളപ്പെടും. ഇത് വളരെ ലൈറ്റായിട്ട് നിങ്ങൾ എടുക്കരുത്. ഗ്ലോറി. എന്നാൽ എടുക്കാതിരുന്ന് ഇവിടത്തിലൂടെ ജയം പ്രാപിച്ചാൽ അവൻ ഭൂമിയുടെ രാജാവായി യേശുവിനോട് വാഴും. ഇതാ നമ്മൾ ആ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു പോകാം. വെളിപ്പാട് പുസ്തകം 20:4 നാം വായിച്ച ഭാഗം ഇതാ, മൃഗത്തിൻ്റെ മുദ്ര എടുക്കാതെ ഇരിക്കുന്നവരും യേശുവിൻ്റെ നാമത്തെ പ്രതി തല ഛേദിക്കപ്പെട്ടവരും ഇതാ മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാതിരുന്നവരും അവർക്ക് എന്ത് പറ്റി? താഴേക്ക്. അവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവരുടെ ആത്മാക്കളെയും കണ്ടു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പീരീഡിലൂടെ ജീവിച്ച് കടന്നു പോയവരാണ് അവർ. ഗ്ലോറി. അവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. അപ്പോൾ തലയിറക്കപ്പെട്ടവരും ഈ മുദ്ര എടുക്കാതെ കടന്നുപോയവരും അവർക്ക് എന്നെ സംഭവിച്ചു? അവർ നിത്യം ചത്ത് കടന്നില്ല, അവർ ജീവിച്ചു. അതിൻ്റെ അർത്ഥം അവർക്ക് വേറെ തല കിട്ടി. തല പോയവർക്ക് എന്ത് കിട്ടി? വേറെ തല കിട്ടി. അവർ ജീവിച്ചു. എത്ര? 1000 ആണ്ട് സാമ്പിൾ ഭരണം യേശുവിനോട് ഭരിച്ചു. അത് കഴിഞ്ഞാൽ റിയാലിറ്റിയിലേക്ക് കയറുകയാണ്. ഇതൊരു സാമ്പിളാണ്. ദൈവത്തിൻ്റെ 7-ാം ദിവസമാണത്. ഗ്ലോറി. 6 ദിവസം കൊണ്ട് സകലതും പൂർത്തിയാക്കി 7-ാം ദിവസം ഈ മനുഷ്യരോടുകൂടെ വാഴുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് ഉൽപ്പത്തിയിൽ കാണും. ഇതാ അവർ 1000 വർഷം ക്രിസ്തുവിനോടുകൂടെ വാണു. അപ്പോൾ ഈ ഒരു തലത്തിലേക്കൊന്നും ചിന്തിക്കാതെ, ഇതൊന്നും പറയാതെ ആരോ ഇതാ നേരത്തെ സഹന മനോഭാവം ഇല്ലാത്ത ഒരു വ്യക്തിത്വം എഴുതി വെച്ച ഡോക്ടറിൻ അത് ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചത് ആവർത്തിച്ച് തലമുറകളിലേക്ക് കൈമാറി ഇതാ കടന്നു വരുമ്പോൾ ബൈബിളിലെ സത്യം മനസ്സിലാക്കി ആ സത്യത്തിൽ നമ്മൾ നിലകൊള്ളണം. സത്യം അറിയിക്കുന്നത് ആ സത്യം നിനക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാനല്ല, സത്യം നിന്നെ സ്വതന്ത്രമാക്കാനാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന ജനം അത് ഏറ്റെടുത്ത് ഇതാ ഈ കാലം നോഹയുടെ കാലം പോലെ തന്നെയാണെന്നൊക്കെ കർത്താവ് എന്തിനാ അതൊക്കെ പറഞ്ഞു തരുന്നേ? ഇതാ ബൈബിള് കേൾക്കാത്ത ദൈവജനം ഒരുങ്ങാനാണോ? ബൈബിൾ കേൾക്കുന്ന ദൈവജനം ഒരുങ്ങാനാണോ? ഇതൊന്നും നമുക്കുള്ളതല്ല ബ്രദർ. ഇതാ വെളിപ്പാട് പുസ്തകത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ മുമ്പ് തന്നെ നമ്മൾ ഇവിടെ നിന്ന് പോകും. ഇതാ ഈ ഒരു സഹോദരൻ ഇത് എന്നോട് പറഞ്ഞപ്പോൾ ഇതാ ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചൊരു കാര്യം, ഇതാ നിങ്ങളുടെ
അപ്പൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലെറ്റർ എഴുതുകയാണ്. നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് ലെറ്റർ എഴുതുമ്പോൾ ഇതാ ആദ്യം തന്നെ അവിടെ പറഞ്ഞു, പ്രിയ മകനെ ചാക്കോച്ച തുടങ്ങി. എന്നിട്ട് അതിലൊരു 2 വരി എഴുതിയതിന് ശേഷം പിന്നെ മൊത്തം പറയുന്നത് അയൽവക്കത്തെ വീട്ടിലെ വേലായുധൻ, ആ വേലായുധൻ്റെ മക്കളുടെ കല്യാണം, വേലായുധൻ്റെ മക്കളുടെ ആ കല്യാണം കഴിഞ്ഞുള്ള പ്രസവം, പിന്നെ വേലായുധൻ്റെ മക്കൾക്ക് ഉള്ള സാമ്പത്തിക വിഷയങ്ങൾ, അങ്ങനെ വേലായുധൻ്റെ വീട്ടിൽ വരാൻ പോകുന്ന വിഷയങ്ങൾ, ഇതൊക്കെ ആയിരിക്കുമോ നിങ്ങളുടെ അപ്പൻ ലെറ്റർ എഴുതുമ്പോൾ പറയണേ? അയൽവക്കത്തെ വീട്ടിലെ കാര്യമാണോ നിങ്ങളുടെ അപ്പൻ നിങ്ങൾക്ക് ലെറ്റർ എഴുതുമ്പോൾ പറയണേ? ബൈബിൾ വായിക്കാത്ത, ഈ ലെറ്റർ എഴുതാത്ത അയൽവക്കത്തുകാരൻ്റെ കാര്യമല്ല കർത്താവ് പറയണേ. ഇത് ബൈബിള് കേൾക്കുന്ന, ഇത് വായിക്കുന്ന കുഞ്ഞെ നിന്റെ കാര്യമാണ് കർത്താവ് പറയണേ. നിന്റെ അപ്പൻ നിനക്ക് ലെറ്റർ എഴുതുമ്പോൾ അയൽവക്കത്തുകാരെ കുറിച്ചല്ല ലെറ്റർ എഴുതണേ, നിന്നെ കുറിച്ചാണ്. നീ സൂക്ഷിക്കാനാണ് എഴുതുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതാ പിതാവായ ദൈവം ഇത് ക്രിസ്തുവിന് കൊടുത്തു, ക്രിസ്തു തന്റെ ദാസനായ യോഹന്നാന് കൊടുത്തു. വേഗത്തിൽ സംഭവിക്കാനുള്ളത് അയൽവക്കത്തുകാരെയൊക്കെ അറിയിക്കുവാനല്ല, സഭയെ അറിയിക്കുവാനാണ് കർത്താവ് പറഞ്ഞത്. മനസ്സിലായോ? കാരണം ഇത് കേട്ട് നമ്മൾ ഒരുങ്ങണം. ദേശത്തിന് നേരെ വാൾ വരുന്നത് കണ്ട് പ്രവാചകൻ ഇതാ ശക്തിയോടെ അത് വിളിച്ചു പറയുമ്പോൾ ജനം അത് കേട്ട് ഒരുങ്ങുവാൻ വേണ്ടിയാണ് ഇത് വിളിച്ചു പറയുന്നത്. പല ജനങ്ങളും പറഞ്ഞു നമ്മൾ ഒരുങ്ങണ്ട, കർത്താവ് ഒരുക്കിക്കോളും. ഇത് കുറെ മടിയന്മാരാ. നോഹയുടെ കാലം പോലെയല്ലേ ഈ കാലം. നോഹയെ ദൈവം കരുതി അല്ലേ, പക്ഷെ അതിനു വേണ്ടി പ്രവർത്തിച്ചതാരാ? ദൈവം അല്ലേ. ദൈവം ഇറങ്ങി വന്നു, കുറച്ച് ഗോഫർ മരങ്ങളൊക്കെ വെട്ടിയിട്ടു. എന്നിട്ട് ദൈവം തന്നെ ദിവസവും പലക ഉണ്ടാക്കി പണിതു. ദൈവം കീല് തേച്ചു, ദൈവം പണിതെടുത്തു. എന്നിട്ട് ദൈവം നോഹയോട് പറഞ്ഞു, മോനെ എല്ലാം ചെയ്തിട്ടുണ്ട്, കയറിയിരുന്നു. അങ്ങനെയാണ്. അപ്പൊ ആരാ പെട്ടകം ഒരുക്കിയേ? നോഹ. പക്ഷേ ഒരുക്കാനുള്ള ചിന്തയും ശക്തിയും ക്രമീകരണങ്ങളും അവസരവും ആര് കൊടുത്തു? ദൈവം കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ദൈവം നമുക്ക് വചനം തരും, ദൈവം നമുക്ക് സമയം തരും, ദൈവം നമുക്ക് പ്രൊവിഷൻസ് തരും. ദൈവം പറഞ്ഞതനുസരിച്ച് നമ്മൾ ഒരുങ്ങണം. ഗ്ലോറി. ബുദ്ധിയുള്ള കന്യകമാർ അവരെന്ത് ചെയ്തു? അവര് എണ്ണ, ബൈബിൾ പറയുന്നു, അവർ ഒരുങ്ങി. മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ ബ്യൂട്ടീഷ്യന്മാരെ പെൺകുട്ടികൾ ഇരുത്തി കൊടുക്കുന്നു, ബ്യൂട്ടീഷ്യൻ വന്ന് ഒരുക്കുന്ന ഒരുക്കമല്ല. അവർ ഒരുങ്ങി. അവർ എന്ത് ചെയ്തു? വിളക്കോടുകൂടെ എണ്ണയും എടുത്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരുങ്ങേണ്ട ഒരു കടമ നമ്മൾ കൊണ്ട്, കരുതേണ്ട ഒരു കടമ നമ്മൾ കൊണ്ട്. ദേശത്തിന് നേരെ വാൾ വരുന്നത് കാണുമ്പോൾ ഇതാ പ്രവാചകൻ അത് വിളിച്ചു പറയുമ്പോൾ ജനം എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതാ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം മുതൽ വായിക്കാം. ദേശത്തിന്റെ നേരെ വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളമൂതി ജനത്തെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആരെങ്കിലും കാഹളനാദം കേട്ട് കരുതിക്കൊള്ളാതെ ഇരുന്നാൽ വാൾ വന്ന് അവനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ അവന്റെ രക്തം അവന്റെ തലമേൽ തന്നെ ഇരിക്കും. ശ്രദ്ധിച്ചേ, പ്രവാചകൻ ദേശത്തിന്റെ നേരെ വാൾ വരുന്നത് ദൈവം കാണിച്ചു കൊടുത്തു. തുടർന്ന് എന്ത് ചെയ്യണം പ്രവാചകൻ? അവൻ കാഹളമൂതി ജനത്തെ അറിയിക്കണം. അപ്പൊ ജനം എന്ത് ചെയ്യണം? ദൈവം കരുതിക്കൊള്ളുന്നു പറയണോ? ജനം അവിടെ ചെയ്യേണ്ടത് ജനം കരുതിക്കൊള്ളണം. മനസ്സിലായോ? ഹൃദയത്തിൽ ഒരുങ്ങേണ്ട ഒരുക്കം ഹൃദയത്തിൽ ഒരുങ്ങണം, പുറത്തൊരുങ്ങേണ്ട ഒരുക്കം പുറത്തൊരുങ്ങണം. ദൈവം അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും തന്നെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കും. ഗ്ലോറി. കരുതിയില്ലെങ്കിൽ എന്ത് പറ്റും? വാൾ വന്ന് ജനത്തെ ഛേദിച്ച് കളയും. അതിൻ്റെ കുറ്റം ആരുടെ മേലില്ല? ഈ പ്രവാചകന്റെ മേൽ, ദൈവദാസന്റെ മേലില്ല. താഴെ എഴുതിയിരിക്കുക, അവനത് പറഞ്ഞില്ലെങ്കിൽ ഈ ജനം ഒരുങ്ങത്തില്ല. അതിൻ്റെ കുറ്റം ദൈവദാസനോട് ചോദിക്കും. മനസ്സിലായോ? ദൈവദാസനോട് ചോദിക്കും. താഴേക്ക് വായിച്ചോളൂ. അവൻ കാഹളനാദം കേട്ടിട്ട് കരുതിക്കൊണ്ടില്ല, അവന്റെ രക്തം അവന്റെ മേലിരിക്കും. കരുതിക്കൊണ്ടിരുന്നുവെങ്കിൽ അവൻ തന്റെ പ്രാണനെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളമൂതാതെയും ജനം കരുതിക്കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ ഛേദിച്ചു കളയുന്നുവെങ്കിൽ ഇവൻ തൻ്റെ അകൃത്യ നിമിത്തം ഛേദിക്കപ്പെട്ടു പോയി എങ്കിലും
അവന്റെ രക്തം ഞാൻ കാവൽക്കാരനോട് ചോദിക്കും. ജനത്തിന്റെ രക്തം ദൈവദാസനോട് ചോദിക്കും. മനസ്സിലാവുന്നുണ്ടോ? ദൈവദാസന്മാരെ എന്നെ കേൾക്കുന്ന സകല വ്യക്തികളുമേ ജനമോ നശിച്ചു. അതിൻ്റെ കാരണം ദൈവം അവരോട് ചോദിക്കുവാനായിട്ട് ഇടയാകും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം ഇതാ, ഇവിടെ ഈ ക്രമീകരണത്തിലൂടെ നമ്മൾ കടന്നു പോകണമെന്ന് വെളിപ്പാട് 20:4 നമുക്ക് മനസ്സിലായി. അവർ ഉയർത്തെഴുന്നേറ്റു, 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. ഇനിയും വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം ഇതാ ഇൻ്റർപ്രിട്ടേഷൻ ഒന്നും കൂടാതെ പറയുന്ന വചനത്തിൽ ഇവിടെ നമുക്ക് കാണാം. ഇതാ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ നീ മരിക്കും. ഇത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ പറയുകയാണ്. അതിൻ്റെ 9 മുതൽ വായിക്കുമ്പോൾ ഇവിടെയാണ് വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ആവശ്യമെന്ന് അതിൻ്റെ 12-ാം വാക്യം പറയുന്നു. എവിടെയാണ്? വായിച്ചാട്ടെ അതിൻ്റെ 12-ാം വാക്യം. ദൈവകൽപ്പനയും യേശുവിങ്കലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. ശ്രദ്ധിച്ചേ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധന്മാരുടെ എന്തുകൊണ്ട് ഇവിടെ ആവശ്യം? ഏത് വിശുദ്ധന്മാർ? ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. നിങ്ങൾക്കറിയാമോ ഇത് ഏത് പീരീഡാന്ന്? ആരായി നിൽക്കണേ? ദൈവകൽപ്പന പ്രമാണിക്കുന്ന വ്യക്തികളാണ് നിൽക്കുന്നത്. പിന്നെ വിശുദ്ധന്മാരാണ് നിൽക്കുന്നത്. ഇവരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. എവിടെ ഈ മൃഗത്തിൻ്റെ മുദ്ര റിലീസ് ചെയ്യുന്ന സമയത്ത് വിശുദ്ധന്മാരുടെ സഹനം കൊണ്ട് ഇവിടെ ആവശ്യം. അപ്പൊ ഇവർക്ക് ഈ സഹിക്കാനുള്ള മനോഭാവം അന്ന് ആയുധമില്ലെങ്കിലോ ഇവർ നേരെ പോയി മുദ്രയെടുക്കും. അതാണ് വിശ്വാസത്യാഗം. വിശ്വാസത്തിൽ നിന്ന് അവർ താഴെ വീഴും. ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഏത് പീരീഡിലാണ് ഈ സമയം? അതിൻ്റെ 9-ാം വാക്യം മുതൽ വായിച്ചോ. മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്നു അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെ നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിന് മുൻപാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവവചനമാണ് നിങ്ങൾ വിശ്വസിക്കുന്നോ? ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്നോ? ഇതിന് യാതൊരു ഇൻ്റർപ്രിട്ടേഷനും ആവശ്യം ഇല്ല. ഗ്ലോറി, യാതൊരു ഇൻ്റർപ്രിട്ടേഷൻ ആവശ്യമില്ല. നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇവിടെ പറയാണ്, ഇതാ മൃഗത്തിൻ്റെ പ്രതിമയോ നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവൻ, ഗ്ലോറി, ദൈവകോപത്തിൻ്റെ പാത്രത്തെ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധൂതന്മാർക്കും കുഞ്ഞാടിന് മുമ്പാകെ അഗ്നിഗന്ധങ്ങളെ ദണ്ഡന അനുഭവിക്കുക. അതിൻ്റെ അർത്ഥം അവൻ മരിക്കും, നിത്യമരണം, തീ പൊയ്യുക. മനസ്സിലായോ? അപ്പൊ മുദ്ര ഏറ്റാലുള്ള കുഴപ്പം എന്താ? തീ പൊയ്യുക. എന്നിട്ടാണ് പറയുന്നത്, ഇവിടെയാണ് ദൈവകൽപ്പന അനുസരിക്കുന്നവരും വിശുദ്ധന്മാരുമായുള്ളവരുടെ സഹനം കൊണ്ട് ആവശ്യം. ഒരു ഇൻ്റർപ്രിട്ടേഷനും വേണ്ട, ഗ്രീക്കും വേണ്ട, ഹെബ്രായ ഭാഷയും വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറേ. അപ്പോൾ ഇത് നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിട്ട് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല? ലോകത്തിൽ അതായത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം മറ്റൊരു ഹവ്വയാൽ നിങ്ങൾ ചതിക്കപ്പെട്ട് കിടക്കുക. കാരണം ആ ഹവ്വയോ ചതിക്കപ്പെട്ടു. ഒന്നാം ആദം ചതിക്കപ്പെട്ടതുപോലെ പിശാചിൻ്റെ സന്ദേശം കേട്ട മറ്റൊരു ഹവ്വയാൽ നിങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുകയാണ്. ഒടുക്കത്തെ ആദമായ യേശുവിനെ ചതിക്കുവാൻ പത്രോസിൻ്റെ പുറകിലൂടെ പിശാച് വന്നെങ്കിലും യേശു അതിനനുവദിച്ചില്ല. യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു കാഴ്ചയുടെ വെച്ചു പോയിരിക്കുന്നു, നിങ്ങൾ എൻ്റെ പാദങ്ങളെ പിന്തുടരുവാൻ. മനസ്സിലാവുന്നുണ്ടോ? എന്നോട് ഇങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങളുടെ അടുക്കലും വന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സഹന മനോഭാവം ഇല്ല എങ്കിൽ, ഈ ആയുധം ഇല്ലെങ്കിൽ നിങ്ങളും വീണുപോകും. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ അന്ത്യനാളുകളിൽ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ വേറെ ആര് പറഞ്ഞിട്ട് കേട്ടിട്ട് കാര്യമില്ല. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. തുടർന്ന് ദൈവവചനം പറയാണ്, ജയിക്കുന്നവൻ. അപ്പൊ ജയിക്കണമെങ്കിൽ ആര് പറഞ്ഞ കേൾക്കണം? അവിടെ ഇവിടെയും പറഞ്ഞത് കേട്ടതുകൊണ്ട് ജയിക്കില്ല. അവിടെ ഇവിടെയും പറഞ്ഞത് കേട്ടത് കൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെയും കൂടി ചതിക്കാം. എടോ ഞാൻ അങ്ങനെയാ കേട്ടത്, എടോ ഞാൻ ഇങ്ങനെയാ കേട്ടത്. എൻ്റെ കുഞ്ഞെ നീ മിണ്ടാതിരിക്കേ, അവൻ്റെ അപ്പൻ്റെ ആത്മാവിൽ നിന്ന് കേൾക്കട്ടെ.
അവൻ്റെ അപ്പൻ്റെ ആത്മാവിൽ നിന്ന് കേൾക്കട്ടെ. ഗ്ലോറി. കാരണം അവൻ ഒരുങ്ങട്ടെ. അവനെ ഒരുക്കാൻ അകത്തിറങ്ങിയിട്ടുള്ള അവൻ്റെ അപ്പൻ്റെ ആത്മാവുണ്ട്. അവൻ ഒരുങ്ങട്ടെ. ഗ്ലോറി. ഹല്ലേലൂയ. ഇതാ ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് എന്നെ വ്യക്തമായിട്ട് പറയുന്നേ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എൻ്റെ വാക്കുകളായിരിക്കരുത്, ദൈവത്തിൻ്റെ വചനം തന്നെ ആയിരിക്കണം. മനുഷ്യൻ്റെ വാക്കുകളാണ് മണലുമേ പണിയരുത്. ദൈവത്തിൻ്റെ വാക്കുകളാണ് പാറമേൽ പണിയുക. പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഭൂമിയിൽ ഒന്നും നേടാനില്ല. പകരം നമുക്ക് ഭൂമിയിലൂടെ യാത്രയിൽ നേടാനുള്ളത് ഇവിടെ ഒളിച്ചു കിടക്കുന്ന നിധിയായ സ്വർഗരാജ്യമാണ്. അതുകൊണ്ട് ആ നല്ല വ്യാപാരി എന്താ ചെയ്തേ? അവനൊരു മുത്തു വ്യാപാരിയാണ്. അവൻ്റെ കയ്യിൽ ധാരാളം മുത്തുണ്ട്. അതാ അവൻ ഒരു മുത്ത്, വിലയേറിയ മുത്ത് കാണുകയാണ്. അവനൊരു വിലയേറിയ മുത്ത് കണ്ടപ്പോൾ മുത്തു വ്യാപാരിയായ അവന് മനസ്സിലായി, എൻ്റെ കയ്യിലുള്ള മുത്തുകളുടെ വിലയല്ല ഞാൻ ഈ കണ്ട വിലയേറിയ മുത്തായ സ്വർഗരാജ്യം. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? തനിക്കുള്ളത് സകലതും വിറ്റു. എന്താണ് തനിക്കുള്ളത്? ഒരല്പസമയം മാത്രമുള്ള വയർപ്പ്, ഒരല്പസമയം ചിന്തിക്കാനുള്ള ബുദ്ധി, ഒരല്പസമയം മാത്രം ജീവിക്കുവാനുള്ള ഓക്സിജൻ, അല്പസമയം മാത്രം പ്രവർത്തിക്കുവാനുള്ള ക്യാഷ്, ഈ ലോകത്തിലെ ക്രമീകരണങ്ങൾ കുറച്ച് ഇൻഫ്ലുവൻസ്, കുറച്ച് കാര്യങ്ങളെ തൻ്റെ കയ്യിലുള്ളൂ. ഇതെന്ത് ചെയ്യുന്നറിയാമോ? ആ വ്യക്തി ഇതിനു വേണ്ടി അങ്ങ് ട്രേഡ് ചെയ്തു. ഇനി എനിക്ക് വേണ്ടി ജീവിക്കേണ്ട, ഇനി എനിക്ക് ജീവിക്കണമെങ്കിൽ വേറെ ആർക്കും വേണ്ടിയല്ല എനിക്ക് ജീവിക്കണ്ടേ, എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം എന്താണ്? എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം. ഞാനോ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തു എന്നിൽ ജീവിക്കുമ്പോൾ പിന്നെ എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ ജീവിക്കുന്നത്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിനെ ഉപയോഗിച്ച് കുറച്ച് ലോകം നേടാനല്ല ഞാൻ ആരാധിക്കുന്നത്. പകരം എൻ്റെ അപ്പനായതുകൊണ്ട്, സ്നേഹനിധിയായതുകൊണ്ട്, ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട്, എൻ്റെ ജീവനായതുകൊണ്ട്, എൻ്റെ ജീവിതമായതുകൊണ്ട്, എൻ്റെ എല്ലാം ആയതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുകയാ, എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാ. കിട്ടാൻ വേണ്ടിയല്ല. ആ യാത്രയിലെ എന്തൊക്കെ കളയണോ, എൻ്റെ സമ്പത്ത് കളയണോ ഞാൻ തയ്യാറാ, എൻ്റെ ജീവൻ കളയണോ ഞാൻ തയ്യാറാണ്. ഏതിന് വേണമെങ്കിലും എൻ്റെ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുവാൻ തയ്യാറാകുന്ന യാത്ര ഇത് ദൈവമക്കൾക്ക് പറഞ്ഞിട്ടുള്ളതാ. അപ്പനെ മണിയടിച്ച് സ്വത്ത് സമ്പാദിക്കുന്ന തലത്തിലുള്ള പരിപാടിയല്ല ഇതാ. മുഖസ്തുതി പറഞ്ഞ് ആരാധിച്ചാൽ കിട്ടും, മുഖസ്തുതി പറഞ്ഞ് മേടിക്കുന്ന പരിപാടിയല്ല. പകരം അപ്പനോടുകൂടെ ജീവിക്കേ, അപ്പൻ്റെതായി ജീവിക്കേ, ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തക്കവണ്ണം തയ്യാറാകുക. ആരാ ജയിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ രക്തത്താല്, തങ്ങളുടെ സാക്ഷ്യ വചനത്താലും. അതായത് വചനം വെറും വാക്കുകളും പ്രസംഗവുമായിരുന്നില്ല, അവരുടെ ജീവിതത്തിലൂടെ സാക്ഷ്യമായി വെളിപ്പെട്ടു. തുടർന്ന് അവരെ കുറിച്ച് പറയാ, അവർ മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അവർ ജയിച്ചു. ആ ജയത്തിലേക്ക് കടന്നു വരുവാൻ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. ഇതൊരു ഇൻഫർമേഷന്റെ തലം മാത്രമല്ല, നോട്ടെടുത്ത് പ്രസംഗം തയ്യാറാക്കാനുള്ള സ്ഥലം മാത്രമായിട്ട് ഒതുങ്ങരുത്. പകരം പ്രിയ കുഞ്ഞെ, നോട്ടെടുക്കുകയല്ല, അതിനേക്കാൾ ഉപരി ജീവിച്ച് നിന്റെ ജീവൻ നേടാനുള്ള അവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇതാ പ്രതികൂലങ്ങളുടെ ഒരു സമയമാണ് മുമ്പിൽ. പക്ഷെ ഏത് പ്രതികൂലം വന്നാൽ ഞാൻ തയ്യാറാണ്. കാരണം എൻ്റെ ജീവനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. ഏത് മാർക്കോ ദ ബീസ്റ്റ് വരട്ടെ, എന്ത് വിഷയവും വരട്ടെ, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്ക, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ. ഗ്ലോറി. എന്നെ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? എന്നെ കർത്താവ് ഓരോ നിമിഷം ഒരുക്കിക്കൊണ്ടേ ഇരിക്കാം. എങ്ങനെ ഒരുക്കും? തൻ്റെ വചനം എന്നോട് പറഞ്ഞ് അതനുസരിച്ച് ഓരോ നിമിഷവും എൻ്റെ ഹൃദയത്തിൽ വേണ്ട മാറ്റങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും. ഗ്ലോറി. എൻ്റെ ഭൗതിക തലത്തിൽ വേണ്ട മാറ്റങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും. നമ്മുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരുക്കിയെടുക്കാൻ പറ്റൂ. അകത്തളത്തിൽ കർത്താവ് പറയുമ്പോൾ അകത്തളത്തിൽ ചിന്തകളെ മാറ്റേണ്ടത് മാറ്റി, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് സങ്കല്പത്തിനും എതിരായി പൊങ്ങുന്ന ചിന്തകളെ എടുത്തു കളഞ്ഞ് ദൈവത്തിൻ്റെ ചിന്തകൾ അകത്ത് സ്ഥാപിക്കുമ്പോൾ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടേ ഇരിക്കുക. പുറത്ത് എന്താണോ പറയുന്നത് അത് നാം പുറത്ത് ചെയ്യുമ്പോൾ ഭൗതിക മണ്ഡലത്തെ പിടിച്ചടക്കുവാനായിട്ട് പിശാച് പല രീതിയിലും കടന്നു വരുമ്പോൾ ആ മണ്ഡലത്തെയും ഓവർകം ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഗ്ലോറി. ഇതിനു വേണ്ടിയാണ് പഴയ നിയമ സംഭവങ്ങളും കഥകളും ഒക്കെ നമ്മുടെ മുമ്പിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിന് പല രീതികളുണ്ട്, പല മെത്തേഡുകളുണ്ട്. ഗ്ലോറി.
ഈ മെത്തേഡുകൾ ദൈവം നമുക്ക് പറഞ്ഞു തരും. അതനുസരിച്ച് മുന്നോട്ടേക്ക് പോകണം. ആ കാലം നോഹയുടെ കാലം പോലെ തന്നെ. നോഹയുടെ കാലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാ, നോഹയുടെ കാലത്ത് ഈ വിഷയം വരുന്നതിന് മുമ്പ് നാൾക്ക് മുമ്പ് ദൈവം നോഹയെ അറിയിച്ചു. ഇതാ, നീതിപ്രസംഗിയായ നോഹ ഇത് അറിയിച്ചുകൊണ്ടേയിരുന്നു. ഗ്ലോറി, ഇത് അറിയിച്ചുകൊണ്ടേയിരുന്നു. ഇതാ, അദ്ദേഹം ഈ കാര്യം അറിയിച്ചുകൊണ്ടിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. കേൾക്കുന്നവർ പലരും ഇതാ, കളിക്കളത്തിൽ നോഹ കളിക്കുന്നു, അദ്ദേഹത്തെ വിശ്വസിക്കുന്ന 7 പേർ കൂടി ഒരു ഫുട്ബോൾ കളത്തിൽ ഇതാ കളിക്കുന്നവരെ പോലെ ഈ 7 പേര് കളിക്കുകയാണ്. ബാക്കി എല്ലാവരും ഇതാ കസേരയിലിരുന്ന് കാണികളെ പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി, ആരും കളിക്കളത്തിൽ ഇറങ്ങുന്നില്ല. ഇവർ മാത്രമേ കളി നടത്തിക്കൊണ്ടിരിക്കുന്നതുള്ളൂ. കാരണം കളിക്കളത്തിൽ ഇറങ്ങാത്തതിൻ്റെ കാരണം ഇവർ വിശ്വസിക്കുന്നില്ല. വിശ്വസിച്ചാൽ അവർ പ്രവർത്തിക്കും, വിശ്വസിക്കാത്തവൻ പ്രവർത്തിക്കുകയില്ല. ഗ്ലോറി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ സഹോദരങ്ങൾ നോഹയും തന്നോട് കൂടെ തൻ്റെ കുടുംബത്തിലെ 7 പേരും പ്രവർത്തിക്കുന്നു. നോഹയുടെ കാലം പോലെ തന്നെ ആ കാലം. നോഹയുടെ കാലത്ത് എന്താണ് സംഭവിച്ചത്? ഇതാ 1 പത്രോസ് 3:19 അവരെഴുതിയിരിക്കുകയാണ്. ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം. ആര് പെട്ടകം ഒരുക്കുന്ന സമയം? നോഹ പെട്ടകം ഒരുക്കുന്ന സമയം. ദൈവം എന്ത് ചെയ്യായിരുന്നു? അവരെഴുതിയിരിക്കുന്നു, ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ. ഗ്ലോറി. അപ്പോൾ ആ പീരീഡിനെ കുറിച്ച് പറയുകയാണ്. നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം, നോഹ പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ ദൈവം കാത്തിരിക്കുകയാ. എന്തിനാ? ഒരു മനുഷ്യൻ അനുസരിക്കുന്നത് കാണാൻ. ഗ്ലോറി. പെട്ടകം ഒന്ന് പൂർത്തിയാക്കുന്നത് കാണാൻ. ഗ്ലോറി. അപ്പോൾ ദൈവം കാത്തിരിക്കുന്നു. നോഹ പെട്ടകം പണിയുന്നു. ആരുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം? ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നോഹ പെട്ടകം ഒരുക്കുന്നു. ഗ്ലോറി. ഇന്ന് കുഞ്ഞെ, നിന്റെ പെട്ടകം എന്ന് പറഞ്ഞാൽ നീ ഒരുക്കുന്നത് നിന്റെ ഉള്ളിലാണ്. മനസ്സിലാകുക. നിന്റെ പെട്ടകത്തിൻ്റെ പേരാണ് ദൈവരാജ്യം. ഗ്ലോറി. ആ ദൈവരാജ്യം ഇതാ നിന്റെ ഹൃദയത്തിൽ വെളിപ്പെടണം. നിന്റെ ഹൃദയത്തിൽ വെളിപ്പെടണം. അതായത് നിന്റെ ഹൃദയത്തിലുള്ള ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിപരീതമായി പൊങ്ങുന്ന എല്ലാ അനുസരണക്കേടിനെയും ചിന്തകളെയും ഇടിച്ച് കളഞ്ഞ് നിന്റെ ഹൃദയം പരിപൂർണമായി ദൈവരാജ്യമായി മാറണം. ഗ്ലോറി. നിന്റെ ഹൃദയം പരിപൂർണമായി ദൈവരാജ്യമായി അകത്തളത്തിൽ മാറുമ്പോൾ പിന്നെ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാനും നിനക്കൊരു വിഷയമേ അല്ല, പ്രശ്നമേ അല്ല. ഗ്ലോറി. ഹല്ലേലൂയ. ആ തലത്തിലേക്ക് അകത്ത് കടന്നു വരണം. ആരാണ് ജീവനെ നേടുന്നത് നിങ്ങൾക്കറിയാമോ? ദൈവരാജ്യത്തിൽ പഴയ നിയമത്തിൽ പെട്ടകത്തിൻ്റെ ഉള്ളിൽ കയറുന്നവരാണ് ജീവനെ നേടുന്നത്. പുതിയ നിയമത്തിൽ ആരാണ് ജീവനെ നേടുന്നതെന്ന് അറിയാമോ? നിന്റെ ജീവനെ കളയുന്നവനാണ് പുതിയ നിയമത്തിൽ ജീവനെ നേടുന്നത്. പിടുത്തം കിട്ടിയോ? പുതിയ നിയമത്തിൽ ജീവനെ നേടുന്നത് ജീവനെ കളയുന്നവനാ. അങ്ങനെ നിനക്ക് ജീവനെ കളയാൻ തക്കമുള്ള ഒരു മനോഭാവം ഉണ്ടാകണമെങ്കിൽ നിന്റെ അകത്ത് ഹൃദയം പെട്ടകം നീ തീർക്കണം. നിന്റെ അകത്ത് ഒരു ദൈവരാജ്യമായി നീ തീരണം. അപ്പോൾ പിന്നെ നിനക്ക് കർത്താവിന് വേണ്ടി ജീവൻ കളയാൻ ഒരു വിഷയമേ അല്ല. നിനക്ക് വേണ്ടി പ്രിയ കുഞ്ഞെ നീ ജീവിക്കുമ്പോൾ ജീവനെ കളയണമെന്ന് പറഞ്ഞാൽ നിനക്ക് വലിയ വിഷമമാണ്. മനസ്സിലായോ? അപ്പോഴാണ് വിശ്വാസത്യാഗം സംഭവിക്കുന്നത്. എന്നാൽ അകത്തളത്തിൽ, ഉൾത്തളത്തിൽ ദൈവരാജ്യം വന്നാൽ അതിൻ്റെ അർത്ഥം അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ, അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ പിന്നെ യേശുവിനെ പോലെ, പൗലോസിനെ പോലെ, ഇതാ നീ കുഞ്ഞെ നീ ഇങ്ങനെ പറയൂ, യേശുവിനെ പോലെ ജീവൻ കൊടുക്കാൻ തയ്യാറാകും. പൗലോസിനെ പോലെ എനിക്ക് മരിക്കുന്നത് ലാഭമെന്ന് പറയത്തക്ക രീതിയിൽ നിന്റെ ഉൾത്തളം മാറുവാനിടയാകും. നിന്റെ ഉള്ളിലാണ് നീ പെട്ടകം ഒരുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഇതാ നമുക്കൊരു പുറത്തെ മനുഷ്യനുണ്ട്, അകത്തെ മനുഷ്യനുണ്ട്. പുറത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? നിങ്ങൾ രാവിലെ കേട്ടല്ലോ, ദൈവത്തിൻ്റെ ചിന്തകൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു എക്യുപ്മെൻറ്റിന് തുല്യമാണ് ഈ ശരീരം. 206 അസ്ഥികൾ ഇതാ ചേർന്ന് വളരെ ഭംഗിയായി പാകി 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 എടുത്ത് അതിൽ ഏകദേശം ഇതാ 1,00,000 കിലോമീറ്ററുകൾ ഞരമ്പിട്ട് 1,00,000 കിലോമീറ്റർ ഞരമ്പിട്ടിട്ട് 78 അവയവങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് ഏതൊരു നല്ല റെഡിമെയ്ഡ് ഷോപ്പിൽ ചെന്നാൽ കാണാൻ പറ്റാത്ത രീതിയിൽ മനോഹരമായ അസ്ഥി അലമാരയ്ക്കുള്ളിൽ അടുക്കി ചിട്ടയോട് ഒതുക്കി വെച്ചിരിക്കുന്ന ഇതാ അവയവങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇതാ നമുക്ക് ഇതാ അകത്ത് സെൽഫ് പമ്പ്
ചെയ്യുന്ന ഒരു മോട്ടർ ഹൃദയം വെച്ച് പിടിപ്പിച്ച് ഇതാ നമ്മളെ പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ചിന്തകൾ നമ്മളുടെ ദേഹിയിലുള്ള ഹൃദയത്തിൽ വെളിപ്പെടുന്നത് ഇതാ ശരീരത്തിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിൽ ഉള്ളത് ആത്മാവിൽ നമുക്ക് തന്ന് അത് ഹൃദയത്തിലേക്ക് വെളിപ്പെട്ട് ശരീരത്തിലൂടെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ഈ ശരീരം ഉപയോഗിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ നിയമം വരുമ്പോൾ ശരീരത്തെ എത്ര നാൾ പ്രിസർവ് ചെയ്യണമെന്ന് ദൈവം ഓരോ വ്യക്തിത്വങ്ങളിലും ആഗ്രഹിക്കുന്നുവോ ആ നാളുകളിൽ പ്രിസർവ് ചെയ്യുവാൻ ദൈവം ഇതാ നമുക്ക് ആവശ്യമായ പ്രൊവിഷൻസ് കരുതിക്കൊള്ളുവാൻ ദൈവം നമ്മളോട് നേരത്തെ അറിയിക്കും. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറഞ്ഞ ആ കാലം നോഹയുടെ കാലം പോലെ തന്നെ. നോഹ ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൽ ഒന്ന് നോഹയുടെ ജീവൻ രക്ഷിപ്പാൻ ദൈവം പറഞ്ഞു നീ പെട്ടകം ഉണ്ടാക്കാൻ. നോഹയുടെ വയറിനെ കരുതുവാൻ ദൈവം പറഞ്ഞു നിനക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ പെട്ടകത്തിൽ കയറ്റുക. ആ കാലം നോഹയുടെ കാലം പോലെ തന്നെ. ശ്രദ്ധിച്ചേട്ടെ, രണ്ട് കാര്യങ്ങൾ. നോഹയുടെ ജീവൻ രക്ഷിപ്പാൻ ദൈവം നോഹയോട് പറഞ്ഞു പെട്ടകം ഉണ്ടാക്കുക. നോഹയുടെ വയറിൻ്റെ വിശപ്പിന് വേണ്ടി ദൈവം പറഞ്ഞു നിനക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ പെട്ടകത്തിൽ കയറ്റുക. കർത്താവ് പറയുന്നു ആ കാലം നോഹയുടെ കാലം പോലെ തന്നെ. ശ്രദ്ധിച്ചാട്ടെ, കടന്നു വന്നാട്ടെ. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 14-ാം വാക്യം വായിച്ചാട്ടെ. നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക. ദൈവം മോശയോട് പറയുകയാണ് നീ എന്ത് ചെയ്യണം? ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. ഞാൻ ഉണ്ടാക്കിത്തരാൻ ദൈവം പറഞ്ഞു. ആരുണ്ടാക്കണം? നീ ഉണ്ടാക്കണം. മനസ്സിലായോ? ആലോചന ആര് തന്നു? ദൈവം കൊടുത്തു. ഗോഫർ മരത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ദൈവം ചെയ്തിട്ടുണ്ടാകും. മനസ്സിലായോ? ഉണ്ടാക്കണം. ആരുണ്ടാക്കണം? നീ ഉണ്ടാക്കണം. ഇതേപോലെ പ്രിയ കുഞ്ഞേ, നിന്റെ അകത്തെ മനുഷ്യനിൽ ദൈവത്തിൻ്റെ അനുദീനം കിട്ട ദൈവരായത്തിൻ്റെ വചനം കൊണ്ട് നീ അകത്തെ മനുഷ്യന് ബലപ്പെടണം. അല്ല എങ്കിൽ എന്തു പറ്റും? നീ പറയും ഞാൻ നിൽക്കും ബ്രദറെ, ഞാൻ നിൽക്കും. അപ്പോൾ നീ ഓർത്തോളണം, ഒരു പത്രോച്ചനെ ഓർത്തോളണം. യേശുവിനോടുകൂടെ എന്നാ പറഞ്ഞ പുള്ളി? സ്നേഹം ഉണ്ടായിരുന്നു. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല. എന്തു പറ്റി? സമയം വന്നപ്പോൾ തള്ളിപ്പോയി. കാരണം അകത്തെ മനുഷ്യന് ബലമില്ല. മനസ്സിലായോ? സമയം വന്നപ്പോൾ ആൾ തള്ളിപ്പോയി. ഫിയർ ഓഫ് ദ സ്പിരിറ്റ് കയറി അങ്ങ് പിടിച്ചു. അകത്തെ മനുഷ്യന് ബലമുള്ളവനാണെങ്കിൽ ഫിയർ ഓഫ് ദ സ്പിരിറ്റ് അവനെ പിടിക്കത്തില്ല. കാരണം അത് അടുത്ത് വരുമ്പോൾ അതിനേക്കാൾ ബലമുള്ളവൻ അകത്ത് കിടക്കുക, വളർച്ച പ്രാപിച്ചവൻ അകത്ത് കിടക്കുക. പിടുത്തം കിട്ടിയോ? ഗ്ലോറി. അതായത് നീ ഒരു കൊച്ചു തേക്കും തൈ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ വിട്ട മുരിങ്ങ കഷ്ണം കൊണ്ട് അടിച്ചാൽ നീ ഓടിയൂന്ന്. പക്ഷെ നീ വളർന്ന് നല്ലൊരു തേക്കും തടിയായി മാറ്. മനസ്സിലാവുന്നുണ്ടോ? ഒരുവിധപ്പെട്ട മരം കൊണ്ട് അടിച്ചാലൊന്നും നിനക്കൊന്നും പറ്റൂല. ഗ്ലോറി. അകത്തെ മനുഷ്യനിൽ ബലപ്പെടുക. ഗ്ലോറി. അകത്തെ മനുഷ്യനിൽ ബലപ്പെടുക. ദുരുപദേശങ്ങളിൽ നിന്ന് വീണു പോകാതിരിപ്പാൻ നിരന്തരം ദൈവചിന്തകളാൽ അകം നിറയപ്പെട്ടിരിക്കുക. മനുഷ്യനെ സ്നേഹിക്കുക, അവരെ കരുതുക, പക്ഷെ കർത്താവിൽ നിന്ന് മാത്രം കേൾക്കുക. ജയിക്കണമെങ്കിൽ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളൂ കേൾക്കട്ടെ, ജയിക്കുന്നവൻ. ആ കണക്ഷൻ ശ്രദ്ധിച്ചോളണം. വെളിപ്പാട് ദിവസം 2:3 കണക്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. തുടർന്ന് പറയാണ് ജയിക്കുന്നവൻ. അപ്പൊ ജയിക്കണമെങ്കിൽ ആര് പറഞ്ഞ കേൾക്കണം? ആത്മാവ് പറയണ കേട്ടാലേ ജയിക്കാൻ പറ്റൂ. അല്ല എങ്കിൽ ഇതാ മറ്റൊരു ഹവ്വയുടെ കുടുക്കിൽ വീണ് നശിച്ചു പോകാൻ ഇടയാകും. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ഇതെന്തിനാണ്? നോഹയുടെ ജീവൻ രക്ഷിക്കാനാ പെട്ടകം. ശരിയല്ലേ? ഈ പെട്ടകത്തെ കയറാത്തവർക്ക് എന്നാ പറ്റി? എല്ലാത്തിനും എന്തു പോയി? ജീവൻ പോയി. പിടുത്തം കിട്ടിയോ? അതുപോലെ കുഞ്ഞെ, നിന്റെ അകത്ത് കയറണം. ഇതല്ലേ കർത്താവ് പറയണേ, ഞാൻ വാതിലാണ്, എന്നിലൂടെ അകത്ത് കയറുന്നവൻ രക്ഷപ്പെടും. അപ്പം രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? അകത്ത് കയറണം, ദൈവരായത്തിൽ കയറണം, പുറത്ത് നിൽക്കരുത്. മനസ്സിലായോ? നിന്റെ ഹൃദയം ആത്മാവിൽ ഒരുക്കപ്പെട്ട ദൈവരാജ്യത്തിലേക്ക് കയറണം. അല്ലെങ്കിൽ നിന്റെ ഹൃദയം മുഴുവൻ ദൈവരാജ്യമായി തീരണം. ഗ്ലോറി. നിന്റെ സ്വന്തം രാജ്യമല്ല, ദൈവരാജ്യം
ആയി തീരണം. ഗ്ലോറി. അപ്പോൾ ഇത് ദൈവം നോഹയോട് പറഞ്ഞു. നോഹ അത് ചെയ്തു. ഗ്ലോറി. ഇനി അടുത്ത സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ദൈവം നോഹയ്ക്ക് വേണ്ടി കൊടുത്ത കാര്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ 21-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നതെടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം. ശ്രദ്ധിച്ചേ, നീയോ, ഇതാരാ പറയണേ? ദൈവ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നത് എടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം. അത് നിനക്കും അവയ്ക്കും ആഹാരമാകണം. മനസ്സിലാവുന്നുണ്ടോ? കാരണം മൃഗങ്ങളൊക്കെ വന്ന് കയറി. അതുങ്ങൾക്ക് ഡിബേറ്റിംഗ് സംഘടനയൊന്നും ഉണ്ടായിരുന്നില്ല. അതുങ്ങൾ നേരെ വന്നങ്ങ് കയറി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, മനുഷ്യനാണ് ഡിബേറ്റിംഗ് പരിപാടികളൊക്കെ നടത്തി കയറാതെ വെളിയിൽ നിന്നത്. അപ്പോൾ കർത്താവ് അടുത്ത പറയാണ്, നിനക്ക് നിന്റെ ജീവൻ്റെ രക്ഷയ്ക്കായാണ് നീ പെട്ടകം തീർക്കേണ്ടത്. പക്ഷേ നിന്റെ വയറിൻ്റെ വിശപ്പിനായി നീ എന്ത് ചെയ്യണം? സകല ഭക്ഷണ സാധനങ്ങൾ നീ എടുത്ത് നിനക്ക് വേണ്ടത് കരുതിക്കൊള്ളണം. മനസ്സിലായോ? പല സമയങ്ങളും ലോകത്തെ ക്ഷാമം ഉണ്ടായിട്ടുണ്ടെങ്കിലും 2 പ്രധാനപ്പെട്ട സമയങ്ങൾ ബൈബിൾ കാണിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ ഭക്ഷണമില്ലാത്ത സമയം. അതിലൊന്നാണ് നോഹയുടെ സമയം. ഗ്ലോറി. ആ നോഹയുടെ സമയത്ത് എന്ത് വേണമെന്നാണ് സർവജ്ഞാനിയായ ദൈവം പറയുന്നത്. ആ വിഷയം വരുന്നതിന് മുമ്പ് വാള് വരികയാണ്. ഭൂമിയിൽ ഭക്ഷണം കിട്ടത്തില്ല, മൊത്തം വെള്ളത്താൽ മുങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നീ ഭക്ഷണം എടുത്ത് നിനക്ക് ആവശ്യമുള്ളത് നീയെ കരുതിക്കൊള്ളണം. ആ കാലവും നോഹയുടെ കാലം പോലെ തന്നെ. ഒരു പീരീഡിൽ ദൈവത്തിന് നമ്മുടെ ശരീരത്തെ പ്രിസർവ് ചെയ്യേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഇൻസ്ട്രക്ഷൻസ് ഇത് നോഹയ്ക്ക് കിട്ടിയില്ല എന്ന് ചിന്തിക്കുക. ഈ ഇൻസ്ട്രക്ഷൻസ് നോഹയ്ക്ക് കിട്ടിയില്ല. പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോ എന്നും പറഞ്ഞ് ഓടിപ്പോകുന്നൊരു കാലം ദൈവം പറഞ്ഞിട്ട് ഓടിപ്പോവുകയാണ് എങ്കിൽ, പ്രിയ കുഞ്ഞെ, നീ ശ്രദ്ധിച്ചോളുക. നീ ഇതൊന്നും ചെയ്യാൻ നിനക്ക് സമയം കിട്ടിയില്ല. ദൈവം പറഞ്ഞൊന്നും ചെയ്യാൻ നിനക്ക് സമയം കിട്ടിയില്ല. പക്ഷെ നീ ഹൃദയത്തിൽ ദൈവത്തെ അനുസരിക്കുന്നവനാ, നോ പ്രോബ്ലം. ദൈവം നീ പോണ വഴിക്ക് ആകാശത്ത് നിന്ന് മഞ്ഞ പൊഴിക്കും. നിനക്ക് യാതൊരു സമയവും കിട്ടിയില്ല. നീ പെട്ടെന്ന് ഓടിപ്പോകേണ്ട അവസരം വന്നു. മനസ്സിലായോ? ഈ കാലം പോലെയല്ല. ഈ കാലം അങ്ങനെയല്ല. നിനക്ക് അനുസരിക്കാൻ അവസരം ധാരാളം കിടക്കുന്നു. കേട്ട വചനത്തിന് കുത്തി അങ്ങനെ തന്നെയോ സംശയിച്ചുകൊണ്ടിരിക്കുക. അതായത് നിനക്ക് അവസരം ധാരാളം കിട്ടിയിട്ട് നീ ഒരുങ്ങുന്നില്ല എങ്കിൽ ആ ഒരു ചിന്ത ഒരുപക്ഷെ നടന്നില്ലെന്നിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം പെട്ടെന്ന് അരമുറുക്കി പെട്ടെന്ന് യാത്രയാവുക എന്ന് പറയുന്ന അതുപോലുള്ളൊരു അവസരമാണ് പ്രിയ കുഞ്ഞ് നിന്റെ മുമ്പിൽ വരുന്നെങ്കിൽ ദൈവം ആ രീതിയിലുള്ളൊരു ക്രമീകരണം നിന്റെ മുമ്പിൽ ചെയ്യും. അല്ല ഇതേപോലെ നിരന്തരം പറഞ്ഞിട്ട് നീ ഒരനക്കൂല. കാരണം ഇത് എന്തിൻ്റെ ടെസ്റ്റാണെന്നറിയാമോ? വിശ്വാസത്തിൻ്റെ ടെസ്റ്റാ, വിശ്വാസത്തിൻ്റെ പരിശോധനയാ. കേട്ട വചനം കേട്ടിട്ടും യാതൊരു വിശ്വാസവും ഇല്ല. ആ ഒരു തലത്തിലാണ് പോകുന്നതെങ്കിൽ പ്രിയ കുഞ്ഞെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാലം നോഹയുടെ കാലം പോലെ തന്നെ. ഇനി ഇതേപോലെ ഭക്ഷണമില്ലാതിരുന്ന വേറൊരു കാലം ജോസഫിൻ്റെ കാലത്ത് ദൈവം ജോസഫിന് വെളിപ്പെടുത്തി കൊടുത്തത് എന്താ? ഇത് തന്നെയാണ് വെളിപ്പെടുത്തി കൊടുത്തത്. ഇത് തന്നെയാണ്. കാരണം സമൃദ്ധിയുടെ ഒരു കാലം നിന്റെ മുൻപിലുണ്ട്. അപ്പോൾ സമൃദ്ധിയുടെ ഒരു കാലം നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നീ എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ കരുതിക്കൊള്ളണം. ഗ്ലോറി. അവിടെ പറയുകയാണ്, ദേശത്തിൻ്റെ സമൃദ്ധിയുള്ള സമയത്ത് അതിൻ്റെ 5/1 ഭാഗം. ഗ്ലോറി. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ 10 കിലോ അരിയാണ് കുഞ്ഞ് നീ വാങ്ങിക്കുന്നതെങ്കിൽ അതിലെ 2 കിലോ എടുത്ത് നീ സ്റ്റോക്ക് ചെയ്യണം. ബാക്കി 8 കിലോ ഉപയോഗിച്ചു കൊള്ളണം. മനസ്സിലായോ? അതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു ക്ഷാമകാലം വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിലേക്ക് വേണ്ടി കരുതാൻ ജോസഫ് അത് വിശ്വസിച്ചു. ജോസഫ് പറഞ്ഞപ്പോൾ ഫറവോയും അത് വിശ്വസിച്ചു. അവർ കരുതി. അതുകൊണ്ട് ക്ഷാമകാലം വന്നപ്പോൾ സർവ്വലോകവും വിശന്നു. പക്ഷെ ഈജിപ്തിൽ സമൃദ്ധി ഉണ്ടായിരുന്നു. കർത്താവ് പറയുന്ന മാർക്കോ ദ ബീസ്റ്റിന്റെ കാലം വരുമ്പോൾ കർത്താവിൻ്റെ വചനം പറഞ്ഞ എന്നറിയാമോ? ആ നിയമം പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. മനസ്സിലായോ?
ഇവിടെ പ്രാർത്ഥന കൊണ്ട് ആവശ്യമൊന്നല്ല പറഞ്ഞേ, പ്രാർത്ഥിക്കുന്നവന് ദൈവം ജ്ഞാനം കൊടുക്കും. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ഇവിടെ ആരാധന കൊണ്ട് ആവശ്യമൊന്നല്ല പറഞ്ഞേ, ആരാധിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇവിടെ വേണ്ടത് ജ്ഞാനമാണ്. ഗ്ലോറി. ഇതാ ജോസഫ് ഇത് പറഞ്ഞപ്പോൾ ജോസഫ് ഫറവോനോട് പറഞ്ഞു, അതുകൊണ്ട് നീ ജ്ഞാനവും വിവേകമുള്ള ഒരുവനെ കണ്ടുപിടിച്ച് ഇതാ ഈജിപ്തിൻ്റെ ഈ കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടി വെക്കണം. ഉടനെ ഫറവോ ഒരു പ്രാർത്ഥനയും കൂടാതെ പറഞ്ഞു, നിന്നേക്കാൾ ജ്ഞാനമുള്ള വേറൊരുത്തൻ വേറെ ഏതാ? ഈ വിഷയത്തിന് നീ തന്നെ മതി. ഇതാ ആ ജോസഫിനെ ഈജിപ്തിലെ രണ്ടാമനാക്കി വെക്കുവാനായിട്ട് ഇടയായി. ജോസഫ് അതനുസരിച്ച് മനോഹരമായ കാര്യങ്ങൾ ചെയ്തു. പ്രിയ കുഞ്ഞേ, ആ വിഷയം കടന്നു വന്നപ്പോൾ ആ ജോസഫ് ഒരു ജ്ഞാനി ഒരു പട്ടണത്തിൽ ഉണ്ടായത്, ഒരു ജ്ഞാനി ഒരു കൺട്രിയിൽ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തുണ്ടായത്, ആ സംസ്ഥാനത്തെ ആ രാജ്യത്തെ മുഴുവനും കാത്തു. കർത്താവ് പറയുന്നു, ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം, ജ്ഞാനം തന്നെ പ്രധാനം. ഗ്ലോറി. നിന്റെ സർവ്വ സമ്പാദ്യത്താലും നീ ജ്ഞാനം വിവേകം നേടുക. അത് നിന്നെ കാക്കും, അത് നിന്നെ കാക്കും, അത് നിന്നെ അലങ്കാരം മാല അണിയിക്കുവാനിടയാകും. പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാ ഈ കാലം നോഹയുടെ കാലം പോലെ 2 ഭാഗങ്ങളാണ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്. 2 ഭാഗങ്ങൾ. ഒന്ന് നോഹയുടെ പ്രൊവിഷൻസ്, 2 നോഹയുടെ ലൈഫ്. ഗ്ലോറി. കർത്താവ് പറഞ്ഞു, ഈ കാലം നോഹയുടെ കാലം പോലെ നിയമങ്ങൾ റിലീസ് ചെയ്യപ്പെടാൻ പോകുന്ന നിയമങ്ങൾ 2. ഗ്ലോറി. ഒരു നിയമത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മക്കളെ എൻ്റെയും നിങ്ങളുടെയും പ്രൊവിഷൻസിനെ പിടിക്കാനാണ്. ഗ്ലോറി. മറ്റേ നിയമത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെ ജീവനെ പിടിക്കാനാണ്. ഗ്ലോറി. 2 നിയമങ്ങളാണ് റിലീസ് ചെയ്യപ്പെടാൻ പോകുന്നത്. ഒന്ന് ഇതാ കടന്നു വരുന്നത് ഒരു സിവിൽ ലോ, ഫൈനാൻഷ്യൽ ലോ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് വ്യാപാര നിയമം. ഗവൺമെൻറ്റിൻ്റെ ഈ മുദ്രയില്ലാത്തവനെ വാങ്ങാനും വിൽക്കാനും കഴിയുകയില്ല. അതിൻ്റെ മുന്നോടിയാണ് ഇന്ന് റേഷൻ കടകളിൽ കൈയുടെ മുമ്പിലുള്ള മുദ്ര കൊടുത്താൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വാങ്ങാൻ പറ്റുകയുള്ളൂ. വിൽക്കണ കാര്യമല്ല, വാങ്ങാൻ. പക്ഷേ അടുത്ത ലെവലിലേക്ക്, ഇതൊരു നിഴലാണ്, അടുത്ത ലെവലിലേക്ക് വരുമ്പോൾ വാങ്ങണമെങ്കിലും വിൽക്കണമെങ്കിലും ഈ മുദ്രയില്ലാത്തവന് കഴിയുകയില്ല. അത് വേൾഡ് എക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. അതാണ് അലമാരി മേത്തേക്ക് വീണ പോലെ കയറി വീഴാൻ പോകുന്നത്. മനസ്സിലായോ? അതിലിനി അതിൽ പിടിച്ച് കയറാതെ അതിൽ നിന്ന് ഒഴിവാകുക. എങ്ങനെ ഒഴിവാകാൻ പറ്റും? കുഞ്ഞെ, നീ അടുത്ത ലോൺ എടുക്കാൻ വേണ്ടി പോകരുത്. ഇനി ഒരു ലോൺ എടുക്കാൻ കയറി പോകരുത്. അടുത്ത പ്രൊജക്റ്റ് ഇനി മുന്നോട്ടേക്ക്, ഈ ലോകപ്രകാരം പോകുന്ന പ്രൊജക്റ്റ് സ്റ്റോപ്പ്. ഹമ്പ് മുമ്പിൽ ഇനിയും അതേ സ്പീഡിൽ പോകരുത്. സ്ലോ ഡൗൺ. ഗ്ലോറി. അങ്ങനെ മുന്നോട്ടേക്ക് പോകാതെ ഇത് സ്ലോ ഡൗൺ ചെയ്ത് ഇതാ ഏത് സമയവും അതിൽ നിന്ന് കൈയെടുക്കത്തക്ക രീതിയിൽ നീ ദൈവത്തിൻ്റെ എക്കോണമിയിലേക്ക് മാറണം. ഗ്ലോറി. ഇതിൻ്റെ ഡീറ്റെയിൽ അടുത്ത വളർച്ചാ ധ്യാനത്തിൽ നമുക്ക് അവിടെ വെച്ച് കേൾക്കാം, എങ്ങനെ അത് വരുമെന്നുള്ളത്. 3, 4, 5 ജനുവരി. അത് കഴിഞ്ഞിട്ടല്ലേ ഇവിടുത്തെ മീറ്റിംഗ് ഉള്ളൂ. ഗ്ലോറി. അപ്പോൾ കാരണം നമുക്ക് സമയമില്ല. നിങ്ങൾ അയ്യോ പറയത്തില്ലല്ലോ എന്നുള്ള മനോഭാവം സമയമില്ലാത്തതുകൊണ്ടാണ്. ഗ്ലോറി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതാ ആ എക്കോണമി, ആ ഹമ്പ് വരുമ്പോൾ സ്ലോ ഡൗൺ ചെയ്യണം. ഇനിയും ഇതേ സെക്ഷനിൽ നിങ്ങൾ ഇതാ ഈ ബീസ്റ്റിൻ്റെ സംവിധാനത്തിൽ ലോൺ എടുത്ത് ഇതുമെടുത്ത് അവൻ്റെ കൈയുടെ ഉള്ളിൽ നിങ്ങളുടെ തൊണ്ട വെച്ചു കൊടുക്കരുത്. ഗ്ലോറി. ഈ സിസ്റ്റത്തിൽ നിന്ന് ഒഴിവാകാൻ തക്കവണ്ണം ഒരുങ്ങിക്കോളണം. ഹല്ലേലൂയ. ഇനി ഇതിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അതായത് നിങ്ങൾക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടു, ഓക്കെയാ, പക്ഷേ ഇട്ടപ്പോൾ കുഴപ്പമില്ലായിരുന്നു. എടുക്കണമെങ്കിൽ മാർക്ക് വേണം. ഗ്ലോറി. ഇട്ടപ്പോൾ കുഴപ്പമില്ലായിരുന്നു, എടുക്കണമെങ്കിൽ മാർക്ക് വേണം. ഗ്ലോറി. ഇട്ടപ്പോൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എടുക്കാൻ പോയപ്പോൾ KYC വേണം. ഗ്ലോറി. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതാ പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം ഒരു ഹമ്പ് വന്ന് നിന്നെ ഫ്രീസ് ചെയ്യുന്നത് പോലെ ഇതാ നിന്നെ പിടിക്കാൻ പോവുക. ഇതാ ദൈവത്തിൻ്റെ വചനം. ഇതൊക്കെ ഉദ്ദേശം വേറൊന്നുമല്ല. വെളിപ്പാട് പുസ്തകം ഇതാ വളരെ വ്യക്തമായിട്ട് 12-ാം അധ്യായത്തിൽ പറയുന്നു, സഭയെ അല്ലെങ്കിൽ സ്ത്രീയെ വിഴുങ്ങേണ്ടതിന്, സ്ത്രീയെ ഒഴുക്കി കളയേണ്ടതിന് ഇതാ സർപ്പം അതിൻ്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. സ്ത്രീയാണ് സഭ. സഭയെ പിടിക്കുവാൻ നദി പോലെ വെള്ളം ചാടിക്കുകയാണ്, ഒഴുക്കി കളയുവാൻ. ഗ്ലോറി. എന്നാൽ അവിടെ പറയുന്നു, ആ സമയത്ത് സഭയെ കാക്കുവാൻ ദൈവം മരുഭൂമിയിൽ ഒരുക്കിയ ഒരു സ്ഥലമുണ്ട്.
മനസ്സിലായോ? അതാ ഈ ലോകത്ത് വെള്ളം പൊങ്ങുന്ന സമയത്ത് നോഹയെയും കുടുംബത്തെയും ആ വെള്ളപ്പൊക്കത്ത് കാക്കുവാൻ ദൈവം ഒരുക്കിയ ഒരു പെട്ടകമുണ്ട്. പിടുത്തം കിട്ടിയോ? പക്ഷെ ആ പെട്ടകം ആര് തീർത്തതാണ്? നോഹ തീർത്തതാണ്. ആരുടെ കൽപ്പന പ്രകാരം? ദൈവത്തിന്റെ കൽപ്പന പ്രകാരം. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആ ഫൈനാൻഷ്യൽ ലോ വരുന്നത് വേറെ ഒന്നിനുമല്ല, നിന്റെ വയറിനെ പിടിക്കാനാ, നിന്റെ പ്രൊവിഷനെ പിടിക്കാനാ. വിശന്ന് കഴിഞ്ഞാൽ നീ ദൈവത്തെ തള്ളിപ്പറയുമെന്ന് പിശാചിനറിയാം. മനസ്സിലായോ? വിശന്ന് കഴിയുമ്പോൾ എന്തും വിട്ടുകൊടുക്കും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇതാ നിങ്ങൾ ആരും യേശാവിനെ പോലെ ദുർനടപ്പുകാരനാകരുത്. ഒരു ഊണിനു വേണ്ടി അവൻ ജ്യേഷ്ഠാവകാശത്തെ തള്ളിപ്പറഞ്ഞു. മനസ്സിലായോ? ഗ്ലോറി. ഇതേപോലെ നമുക്ക് കിട്ടിയ നിത്യമായ അവകാശമാണ് ദൈവരാജ്യം. ഇതാ ഈ ലോകത്തിലെ ജീവിതം ഒരു ഊണ് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ഊണ്. ദൈവരാജ്യത്തിൽ അനേക ഊണുകൾ പന്തിക്കിരിക്കാൻ പോവുക നമ്മൾ. അബ്രഹാത്തിനോട്, ഇസ്ഹാക്കിനോട്, യാക്കോബിനോടും കൂടെ അനേക പന്തികളിൽ ഇരിക്കേണ്ട നമ്മൾ ഈ ഭൂമിയിലെ ജീവിതം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരേ ഒരു ഊണേ ഉള്ളൂ. ഒരു ഊണിനു വേണ്ടി തനിക്ക് കിട്ടിയ നിത്യമായ സൗഭാഗ്യം തള്ളിക്കളഞ്ഞ യേശാവിനെ പോലെ നിങ്ങളിൽ ആരും അഭക്തനാകരുത്. എന്നിട്ട് ദൈവവചനം പറയാ, പിന്നത്തേതിൽ അവൻ കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചു, എനിക്കത് മടക്കി തരണമേ. ദൈവവചനം പറയുന്നു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല. പഴയ നിയമത്തിലെ ഈ സംഭവം എന്തിനാ പുതിയ നിയമത്തിലേക്ക് കൊണ്ടിട്ടേക്കണെന്നറിയാമോ? പ്രിയ മക്കളെ, നമ്മൾ കരുതിക്കൊള്ളാനാ. യേശാവിന്റെ വയറ് വെച്ചപ്പോൾ യേശാവ് പറഞ്ഞു, എനിക്ക് എന്തിനാ ഈ ജ്യേഷ്ഠാവകാശം മുറുകെ പിടിച്ച് മരിക്കണോ ഞാൻ? ഗ്ലോറി. അവൻ അതിനെ അലക്ഷ്യമാക്കി കളഞ്ഞു. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രൊവിഷനെ പിടിക്കുന്ന ഒരു കാലം വരും. അന്ന് കുഞ്ഞ് നിന്റെ വയറ് വിശക്ക്, നിന്റെ ഭർത്താവിൻ്റെ ഭാര്യയുടെ വയറ് വിശക്ക്, നിന്റെ കുഞ്ഞുങ്ങൾ കരയും, നിന്റെ അമ്മമാർക്ക് വിഷയങ്ങളുണ്ടാകും, അവർ വിശക്ക്. നീ ഫ്ലാറ്റിൽ താമസിക്കുന്ന വെള്ളം പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് നീ മാറ്റപ്പെടുവാനായിട്ട് ഇടയാകും. അതിനു മുമ്പ് പ്രിയ കുഞ്ഞെ, ദൈവത്തിന്റെ എക്കോണമിയിലേക്ക് മടങ്ങി വാ. നിന്നെ എവിടെ നിന്ന് കൊണ്ടുപോയെന്നറിയാമോ? നിന്നെ കൊണ്ടുപോയത് ഏതനീന്ന് നിന്നെ പറ്റിച്ച്, ഇതാ ചതിക്കപ്പെട്ട ഹവ്വയുടെ വാക്ക് കേട്ട് നിന്നെ പറ്റിച്ച് അവിടുന്ന് ഭൂമിയിലേക്ക് തള്ളി. തുടർന്ന് അവിടുന്ന് നിന്നെയും കൊണ്ടുപോയി ഭൂമിയിൽ കൃഷി ചെയ്യേണ്ട നീ അവിടുന്ന് നിന്നെ വലിച്ചെടുത്ത് ക്യാഷിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നിട്ടു. അങ്ങനെ ദൈവം കർത്താവ് പറഞ്ഞു, 2 യജമാനന്മാരേ ഉള്ളൂ, ഒന്ന് മണി, മറ്റത് ഇതാ യഥാർത്ഥ ദൈവമായ യഹോവ. അങ്ങനെ 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റില്ല. യഥാർത്ഥ യജമാനിൽ നിന്ന് നിന്നെ മാറ്റി അതിന്റെ ഇടയിൽ ഭൂമിയിലേക്ക് ഇട്ടു. ഭൂമിയിൽ നിന്ന് നിന്നെ വലിച്ചെടുത്ത് നിന്നെ ക്യാഷിന്റെ കീഴിലേക്ക് ഇട്ടു. ഇനി ക്യാഷിന്റെ കീഴിൽ നിന്ന് നിന്നെ വലിച്ചെടുത്ത് മാർക്കോ ദ ബീച്ചിലേക്ക് ഇടുമ്പോ നീ വെള്ളത്തിൽ മുങ്ങി താഴും. അതിനു മുമ്പ് ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല, ഞാൻ മടങ്ങിപ്പോവുക. എൻ്റെ അപ്പൻ്റെ എക്കോണമിയിലേക്ക് ഞാൻ മടങ്ങിപ്പോവുകയാ എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പ്രിയ കുഞ്ഞേ നിങ്ങൾക്ക് വേണം. കഴിഞ്ഞ ദിവസം വേറൊരു ഒരു ഡിനോമിനേഷൻകാരൻ എന്നെ കണ്ടുപോ, ദേവാസനെ, അങ്ങിട്ട് ആ ദൈവവും യേശുവും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അയ്യോ അത് ഞാൻ ധാരാളം പേർക്ക് അയച്ചു കൊടുത്തു, എനിക്കത് വളരെ ഇഷ്ടമായി. കണ്ണാടിയിൽ മുമ്പിൽ നിൽക്കുന്ന ആ സംഭവം ഉണ്ടല്ലോ, എനിക്ക് വളരെയധികം ഇഷ്ടമായി, ധാരാളം പേർക്ക് ഞാൻ അയച്ചു കൊടുത്തു. തുടർന്ന് അദ്ദേഹം ഇതിൻ്റെ സംശയം എന്നോട് പറഞ്ഞു, ബ്രദറെ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഞാൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ സഹോദര, ദൈവം തുണ നിൽക്കും എന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് പറയാണ്, സർപ്പം വായിൽ നിന്ന് പുറപ്പെടുവിച്ച നദിയെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു. ദൈവം ആക്കി വച്ചിരിക്കുന്ന ഭൂമിയായ, ഗ്ലോറി, ദൈവമാക്കി വച്ചിരിക്കുന്ന ഭൂമിയായ ഭൂമി അതിനെ വിഴുങ്ങി. ഇതിൻ്റെ ഡീറ്റെയിലുകൾ പ്രിയ മക്കളെ അടുത്ത സന്ദേശത്ത് നമുക്ക് അവിടെ വെച്ച് കേൾക്കാം. ഏത് തലത്തിലാണ് അത് ഭൂമി വിഴുങ്ങുന്നത്? ഗ്ലോറി. അപ്പോൾ വെളിപ്പാട് ദിവസം 12 നിങ്ങൾ നന്നായിട്ട് വായിക്കുക. ദൈവം തുണ നിൽക്കുകയാണ്. ദൈവം സ്ത്രീക്ക് തുണ നിന്നു. അവളെ 3.5 വർഷം മരുഭൂമിയിൽ കാക്കേണ്ടതിന്, ജീവിതം മരുഭൂമിയുടെ അവസ്ഥയായിരിക്കും, കാരണം അത് പരീക്ഷാകാലമാണ്. ഗ്ലോറി. മരുഭൂമിയിൽ അവളെ കാക്കേണ്ടതിന് ദൈവം ഒരുക്കിയ സ്ഥലം ഉണ്ട്. ഗ്ലോറി. നോഹയുടെ കാലം പോലെ ദൈവം ഒരുക്കിയ പെട്ടകം ഉണ്ട്. ഇതുപോലെ ദൈവം ഒരുക്കിയ സ്ഥലം ഉണ്ട്. വീണ്ടും പറയുന്നു, ആ നദിയെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു.
അതുകൊണ്ട് പ്രിയരെ, ഈ സമയത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടണോ? ഒറ്റ കാര്യമുള്ളൂ, ചതിക്കപ്പെട്ട ഹവ്വയുടെ വാക്ക് കേൾക്കാൻ പോകരുത്. ചതിക്കപ്പെട്ട ഹവ്വയുടെ വാക്ക് കേൾക്കരുത്. വചനം പറയണം. ഇതാ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇൻ്റർപ്രഷൻ കൂടാതെയുള്ള വചനമാണ് പറഞ്ഞ്. ഇനി അടുത്ത വേറൊരു വചനം പറയട്ടെ, 2 തെസ്സലോനിയൻസ്. ഇതിനൊന്നും ഇൻ്റർപ്രിട്ടേഷൻ വേണ്ട. വചനത്തിന് ഇൻ്റർപ്രിട്ടേഷൻ ഇതാ വചനം തന്നെ തരുന്നുണ്ട്. ഇതാ 2 തെസ്സലോനിയൻസ് 2-ാം അധ്യായം. ഇൻ്റർപ്രിട്ടേഷൻ വേണ്ടാത്ത വേറൊരു വചനം. ഓ ലോർഡ്, ഐ ലവ് യു. 1-ാം അധ്യായത്തിൽ അതിൻ്റെ 4-ാം വാക്യം, 16-17 വാക്യങ്ങളിൽ ഇതാ കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഇതാ ഇറങ്ങി വരുന്നു എന്ന ശബ്ദം. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുക, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായിരുന്ന അവരോടൊപ്പം ക്രിസ്തുവിനെ എതിരേൽക്കാൻ ആകാശമങ്ങൾ എടുക്കപ്പെടും എന്നുള്ള സന്ദേശം കേട്ടപ്പോൾ തെസ്സലോനിക്കക്കാരൊക്കെ ഒന്ന് ഞെട്ടുകയും, മാത്രമല്ല ധാരാളം പേര് കർത്താവ് ദേ വരുന്നു, ഞാനൊരു സ്വപ്നം കണ്ടു, ഞാനിതാ ഒരു ദർശനം കണ്ടു, ഒരാത്മാവ് എന്നോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോൾ അടുത്ത ലേഖനം വിശുദ്ധ പൗലോസപ്പോസ്തലനൊക്കെ എഴുതുകയാണ്, അങ്ങനെ കർത്താവ് പെട്ടെന്ന് വരില്ല, അതിനു മുമ്പ് ടെസ്റ്റ് കഴിയണം. ടെസ്റ്റ് കഴിയാതെ ആരെയും ഇവിടുന്ന് ക്വാളിഫൈ ചെയ്യത്തില്ല. പ്രധാനപ്പെട്ട തലം ഗ്ലോറി എന്ന് പറയത്തക്ക സന്ദേശമാണ്. കാരണം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം അവൻ കിരീടം പ്രാപിക്കും. ഏത് കിരീടം? ജീവകിരീടം. അതിൻ്റെ അർത്ഥം ഈ ജീവിതത്തിലൂടെ നമുക്ക് കിരീടം പ്രാപിക്കാനുള്ളതാണ്. അവിടെ ഇത് 2-1 മുതൽ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു ഇൻ്റർപ്രിട്ടേഷനും കൂടാതെ. ഇപ്പം നേരത്തെ ഞാൻ ഒരു വചനം കേട്ടു, ഇപ്പം അടുത്ത വചനമാണ്, ഒരു ഇൻ്റർപ്രിട്ടേഷനും വേണ്ട. അവിടെ പറയുകയാണ്, ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മളുടെ സമാഗമനം സംബന്ധിച്ച്. ഇനി ഇൻ്റർപ്രിട്ടേഷൻ വേണോ? യേശു പ്രത്യക്ഷനാകുന്നു, നമ്മൾ യേശുവിൻ്റെ അടുക്കലേക്ക് എടുക്കപ്പെടുന്നു. ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാകും. ഗ്ലോറി, ഹല്ലേലൂയ. അതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും വരുത്. ഇങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞു ദേ കർത്താവ് വരുന്നു, നമ്മളൊക്കെ അങ്ങ് പോവുക എന്ന് പറഞ്ഞാൽ ഞെട്ടുമൊന്നും വേണ്ട. അങ്ങനെയല്ല. എന്നിട്ട് പറയാണ്, അങ്ങനെയാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടുകയാണ്. കാരണം അങ്ങനെ വരില്ല. അതിനു മുമ്പ് 2 കാര്യങ്ങൾ സംഭവിക്കണം. ഗ്ലോറി. ആരും, അവിടെ എഴുതിയിരിക്കണം 3-ാം വാക്യം, ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ഇതേപോലെ ഒരു പറച്ചിലാണ് വന്നെങ്കിൽ ഇതേ കർത്താവ് നമ്മളെ കൊണ്ടുപോവുക. ഇല്ല, അതൊരു ചതിയാ. അങ്ങനെ വരില്ല. ആദ്യം തന്നെ ടെസ്റ്റ് നടക്കും. ടെസ്റ്റിൽ അനേകർ വിശ്വാസത്തിൽ നിന്ന് താഴെ പോകും. വിശ്വാസത്യാഗം സംഭവിക്കും. ഇതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ആരും ഏത് വിധേന നിങ്ങളെ ചതിക്കരുത്, ആദ്യമേ, ഫസ്റ്റ്. മനസ്സിലായോ? ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുക. അപ്പോൾ ആദ്യമേ എന്ത് വരണമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞേ? വിശ്വാസത്തിൽ നിന്ന് ജനങ്ങൾ താഴെ പോകും. വീണ്ടും പറയാണ്, അധർമ്മമൂർത്തിയായവൻ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടണം. മനസ്സിലായോ? നാശയോഗ്യൻ, ലോലെസ് വൺ, നിയമമില്ലാത്തവൻ. അതിൻ്റെ അർത്ഥം ദൈവത്തിന് നിയമമുണ്ട്, ഇല്ലേ? ഈ വ്യക്തിക്ക് നിയമമില്ല. ദൈവത്തിൻ്റെ നിയമത്തിന് എതിരെ പ്രവർത്തിക്കുന്ന തലമാണ് ഈ പുള്ളിക്കാരൻ്റെ തലം. ദൈവം എന്നെ പറയുന്നു അതിനെതിരെ. മനസ്സിലായോ? ദൈവം പറയും ഇതാ ആണും പെണ്ണും വിവാഹം കഴിക്കണം. ഈ പുള്ളിക്കാരൻ പറയും പെണ്ണും പെണ്ണും ആണും ആണും. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. അപ്പോൾ ദൈവം പറയും വ്യഭിചാരം ചെയ്യരുത്. എന്നാൽ ഈ പുള്ളിക്കാരൻ പറയും ഇല്ല, പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ അത് വ്യഭിചാരമല്ല. ഗ്ലോറി. അപ്പോൾ നിയമങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. ഇത് ഇനിയുള്ള കാലങ്ങൾ ഇത് കൂടാനേ പോകത്തുള്ളൂ. മനസ്സിലായോ? അവസാനം അവൻ ദൈവത്തിനെതിരെ തന്നെ നിൽക്കും. ദൈവം ഒന്ന് അടിച്ചങ്ങ് കയറും. പിടുത്തം കിട്ടിയോ? ഗ്ലോറി. അപ്പോൾ ആദ്യമേ അധർമ്മമൂർത്തി വെളിപ്പെടണം, വിശ്വാസത്യാഗം സംഭവിക്കണം. ഇത് കഴിഞ്ഞേ യേശു ക്രിസ്തു വരത്തുള്ളൂ. ഇതിന് യാതൊരു ഇൻ്റർപ്രിട്ടേഷനും വേണ്ട ഇവിടെ. ഗ്ലോറി, ഹല്ലേലൂയ. ഇൻ്റർപ്രറ്റ് ചെയ്തിന് കൊളാക്കണ്ട. ഇനി ഇതിന് താഴെയുള്ള വചനം ഇൻ്റർപ്രറ്റ് ചെയ്ത് തടുക്കുന്ന വഴിയിൽ നീങ്ങി പോകേ വരൂ. അപ്പോൾ അതിന് ഇൻ്റർപ്രിട്ടേഷൻ വേണം. കാരണം ആരാ തടുക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ, ഏതാണ് വഴിയെന്ന് അറിഞ്ഞുകൂടാ, എപ്പോൾ നീങ്ങിപ്പോകുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിനെയൊക്കെ പറഞ്ഞ് ഇതാ സഭയം കൊണ്ട് പോയത് കണ്ടോ? ഇല്ലല്ലോ, കണ്ടില്ലല്ലോ. അവിടെ സഭയെന്നൊരു പേര് പോലും കൊടുത്തിട്ടില്ല. പിന്നെ എവിടെ നിന്ന് ഈ സഭയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നേ അവിടെ? ഗ്ലോറി. അതൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്ത് കയറ്റി വിട്ടതാ, ഇൻജക്റ്റ് ചെയ്ത് കയറ്റിയതാ. ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ സഭയെന്നോ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ അതൊക്കെ സാങ്കല്പിക സന്ദേശങ്ങളാണ്. അത് സഹിക്കാൻ മനസ്സുള്ള, സഹന മനോഭാവം ഇല്ലാത്തവരുടെ സാങ്കല്പിക സന്ദേശങ്ങളാണ്. അതുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളുക,
അതെല്ലാം ഇതാ മറ്റൊരു ഹവ്വയുടെ, ചതിക്കപ്പെട്ട മറ്റൊരു ഹവ്വയുടെ സന്ദേശമാണ്. കുഞ്ഞെ, നീ ചതിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിന്റെ അകത്തുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നീ കേൾക്കുവാൻ ഇടയാകണം. ഇനിയും വ്യക്തമായിട്ട് പറയട്ടെ, 3.5 വർഷം വിശുദ്ധന്മാർ ആൻറ്റിക്രൈസ്റ്റിൻ്റെ കയ്യിലിരിക്കും. അതിൻ്റെ ഇടയിൽ നിന്ന് ചിലർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രമോഷൻ കിട്ടും. 13-ാം അധ്യായം അതിൻ്റെ 6ഉം 7ഉം വായിച്ചോട്ടെ. അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു. ഈ ആൻറ്റിക്രൈസ്റ്റ് സിസ്റ്റർ ഗവൺമെൻറ്റിൻ്റെ കാര്യം ഈ പറയുന്നത്. അതിൻ്റെ പുറകിൽ ഒരു വ്യക്തിത്വം ഉണ്ടാകും. ഇതൊരു ഗവൺമെൻറ്റാണ്, ഒരു കിങ്ഡമാണ്. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. ആരോട് യുദ്ധം ചെയ്യണേ? വിശുദ്ധന്മാരെല്ലാവരും ഇവിടെ നിന്ന് പോയി ബാക്കിയുള്ളവരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കാനല്ല, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് വിശുദ്ധന്മാർ ആൻറ്റിക്രൈസ്റ്റിനെ ജയിക്കുമെന്നല്ല പറഞ്ഞേ. ഇത് ബൈബിളാണ്, നിങ്ങൾ വായിക്കണേന്ന് ഓർമ്മ വേണം. വിശുദ്ധന്മാരെ ജയിപ്പാൻ ആർക്കധികാരം കിട്ടി? ആൻറ്റിക്രൈസ്റ്റ് അധികാരം കിട്ടി. മനസ്സിലായോ? യേശുവിനെ ജയിക്കാൻ ആർക്കധികാരം കിട്ടി? പൈലറ്റിനും അന്നത്തെ ഗവൺമെൻറ്റിനും യഹൂദ സംഘടനകൾക്കും അധികാരം കിട്ടി. ഇതാ കർത്താവ് പറഞ്ഞ, മുകളിൽ നിന്ന് അധികാരം കിട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകത്തില്ല. പക്ഷെ യേശുവിനെ ജയിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? യേശുവിനെ അവർ ജയിച്ചതോടുകൂടെ ചരിത്രം കണ്ട ഏറ്റവും വലിയ വിജയം ആത്മമണ്ഡലത്തിൽ സംഭവിച്ചു. അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാകെ അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി. ഇത് കാണാൻ പറ്റാത്തവർ എങ്ങനെ ആത്മീയനാകുന്നേ? അല്ലാതെ ഭൗതിക മണ്ഡലത്തിൽ ഈ പരാജയം കണ്ടിട്ട് അവൻ ഞെട്ടേണ്ട ആവശ്യമില്ല. കുഞ്ഞെ, ഭൗതിക മണ്ഡലത്തിലെ ദൈവഹിത പ്രകാരമുള്ള നിന്റെ എല്ലാ പരാജയങ്ങളും ആത്മമണ്ഡലത്തിലെ വമ്പൻ വിജയങ്ങളാ. വമ്പൻ വിജയങ്ങൾ. ലോകത്തിലെ ആളുകൾ യേശു മരിച്ചു കിടക്കുമ്പോൾ പറഞ്ഞാൽ, അയ്യോ ദേ കിടക്കുന്ന കാർപ്പൻറ്റർ, എന്തോ എല്ലാ കാര്യം ഉണ്ടായിരുന്നു, ഇവനൊക്കെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടല്ലേ ഒരു കാരണം തടിക്കുന്നതിന് മറുകരണം കാണിച്ചു കൊടുക്ക്. ഇതാ അങ്ങനെ പല പല എന്തൊക്കെ കാര്യങ്ങളാണ്, ദേ കിടക്കണം കണ്ടില്ലേ. ഇനി ആ മറിയയ്ക്ക് ആരാ ഉള്ളേ? വല്ല ഇൻഷുറൻസ് എങ്കിലും ചേർന്നെങ്കിൽ അവർക്ക് വല്ല ഗുണം ഉണ്ടാകുമായിരുന്നു. ഇത് അതുമില്ല എന്നല്ലേ നമ്മൾ പറയുക. ഈ കാറ്റഗറിയാണ് ഇന്നത്തെ സഭ. മനസ്സിലായോ? എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, കാൽവരി ക്രൂശിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? ഇത് യേശുവിൻ്റെ ഈ വമ്പൻ പരാജയം. ഇതാ പീലാത്തോസിന് യഹൂദന്മാർക്ക് യേശുവിനെ തകർക്കാൻ പിതാവ് അധികാരം കൊടുത്തപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ക്രൂശിൽ വെച്ച് അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി. ഇതാണ് ദൈവത്തിൻ്റെ ചിന്തയുള്ളവർ കാണുന്നത്. മനസ്സിലായോ? ഈ ഒരു കാഴ്ചപ്പാട് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ എന്നാ ഇനി പ്രാപിക്കണേ? നമ്മൾ ആത്മീയരല്ലേ? ഒരു ജഡീകര കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. ഗ്ലോറി. എന്നാൽ ആത്മീയനോ സകലത്തെയും വിവേചിക്കുവാനായിട്ട് ഇടയാകുന്നു. അപ്പം ഇത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകുക. കടന്നു വന്നാട്ടെ, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം. ഇതാ പിശാചി ഇറങ്ങി വരുന്നൊരു സമയമുണ്ട്. അതായത് അവനെ തോൽപ്പിച്ച് കഴിയുമ്പോൾ, നമ്മുടെ ഒരു സന്ദേശം ഓൾറെഡി ഇൻ്റർനെറ്റിൽ റിലീസ്ഡാണ്. അവനെ തോൽപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾ SVJ മെസ്സേജസ് യൂട്യൂബിൽ കാണുക. കാരണം നിങ്ങൾ പലരും അത് വാച്ച് ചെയ്യുന്നില്ല. അത് നന്നായിട്ട് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ആത്മീയ മർമ്മവും ഈ കൊച്ചു സമയം കൊണ്ട് പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങളത് മനസ്സിലാക്കുക. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീയെ, ആ സ്ത്രീയെ പ്രസവിക്കുന്നു, ഒരു ആൺകുഞ്ഞെ പ്രസവിക്കുന്നു. തുടർന്ന് ആൺകുഞ്ഞെ ഇന്നെ പ്രസവിച്ച സ്ത്രീയെ ഉടനെ തന്നെ സ്ത്രീയെ വിഴുങ്ങേണ്ടതിന് ഇതാ സർപ്പം നദി പോലെ വെള്ളം ചാടിക്കുന്നു. ഈ സമയത്ത് അവിടെ എഴുതിയിരിക്കുകയാണ്, ഇതാ അതിൻ്റെ 12-ാം വാക്യത്തിൽ ആ സർപ്പം ഇതാ പിശാച് തനിക്ക് അല്പസമയം ഉള്ളെന്ന് പറഞ്ഞ് ഇറങ്ങി വരികയാണ്. 13-ാം വാക്യത്തിൽ വായിച്ചാട്ടെ. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിൻ്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോടകലെ 1 കാലവും 2 കാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. മനസ്സിലാവുന്നുണ്ടോ? പോറ്റി അവളുടെ ഉടയവൻ രക്ഷിച്ചു. ഗ്ലോറി, ഗ്ലോറി. അപ്പോൾ മനസ്സിലാക്കുക, 1 കാലവും 2 കാലവും അരക്കാലം എന്ന് വെച്ചാൽ 3.5 വർഷം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 3.5 വർഷം ഇതാ ഈ ഭരണത്തിൻ്റെ കീഴിൽ വിശുദ്ധന്മാരായിരിക്കും.
അപ്പോൾ ഇതൊരു പീരീഡാണ്. കർത്താവ് പറഞ്ഞു ഈ കാലത്ത് ഞാൻ ചുരുക്കിയിരിക്കുന്നു. കാരണം വൃതന്മാർ നിമിത്തം. വൃതന്മാർ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്നവർ. ആ മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിലുണ്ട്. ആരാണത്? അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും കൂട്ടിച്ചേർക്കാം. ആ വൃതന്മാർ നിമിത്തം ആ കാലത്തെ ചുരുക്കി ഇരിക്കുന്നു. അപ്പോൾ ഈ ഒരു പീരീഡ് അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ നമുക്ക് വേണ്ടി കരുതുന്ന ആ ദൈവത്തിൻ്റെ ചിന്തകളെ അനുദിനം കേട്ട് ഇത് നമ്മളെ ഉപദ്രവിക്കാനുള്ളൊരു കാലമല്ല, നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന കാലമാണ്. 2 നിയമങ്ങളിൽ ഒന്ന് എന്താണെന്നറിഞ്ഞോ? നിങ്ങൾ കേട്ടു, ഫൈനാൻഷ്യൽ ലോ. അത് നമ്മളുടെ എന്തിനാ പിടിക്കണേ? പ്രൊവിഷൻസ്, വയറ്റിലേക്ക് പോകുന്ന സാധനങ്ങളെയാണ്, ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ടതിനെയാണ് പിടിക്കുന്നത്. ഇനി അതിൽ കിട്ടാത്തവരെ രണ്ടാമത്തത് അതിനേക്കാളും വലിയ ടെസ്റ്റിലേക്ക് വരികയാണ്. അതിൽ പിടിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ പ്രൊവിഷനെ അല്ല, ജീവനെയാണ്. മനസ്സിലായോ? ആദ്യത്തേത് നമ്മളെ പിടിക്കുന്നത് നമ്മുടെ പ്രൊവിഷനെയാണ്. രണ്ടാമത്തെ നിയമം കൊണ്ട് പിടിക്കുന്നത് നമ്മുടെ ജീവനെയാണ്. നോഹയുടെ കാലം നോക്കുക. 2 കാലത്തിലെ ദൈവം ഒരുങ്ങാൻ പറഞ്ഞേ. ഒന്ന്, നിന്റെ ജീവന് വേണ്ടി ഒരു പെട്ടകം ഒരുക്കുക. നമ്മുടെ ജീവന് വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ വചനം, അനുദിനം കിട്ടുന്ന വചനത്തിലൂടെ ഒരുക്കേണ്ടതാണ് നമ്മുടെ ഹൃദയം ദൈവരാജ്യത്തിലേക്ക് കയറണം, അകത്തെ ജീവിതത്തിലേക്ക് കയറണം. കർത്താവ് പറഞ്ഞ ആ വാതിലാണ്, എന്നിലൂടെ അകത്ത് കിടക്കുന്നവൻ രക്ഷപ്പെടും. നമ്മുടെ പെട്ടകമാണ് ദൈവരാജ്യം. മനസ്സിലാവുന്നുണ്ടോ? അതിൽ കയറിയ ജീവനെ കാക്കാം. ഗ്ലോറി. ഇവിടെ രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് ഇതെടുക്കാത്തവനെ, മുദ്ര എടുക്കാത്തവനെ കൊല്ലാനുള്ള നിയമം പുറപ്പെട്ടു. മനസ്സിലായോ? അവർ ക്രിമിനൽസാ. അതൊരു ക്രിമിനൽ ലോയാ. അടുത്ത ലെവലിലേക്ക് കയറുകയാണ്. അപ്പോൾ 2 നിയമങ്ങൾക്ക്, ഒരു സിവിൽ ലോ, മറ്റൊരു ക്രിമിനൽ ലോ, ഇത് രണ്ടും അങ്ങ് റിലീസ് ചെയ്യുകയാണ്. കടന്നു വന്നാട്ടെ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം. ഫൈനാൻസ് നിയമം നിങ്ങൾക്ക് വായിക്കാം. അതിൻ്റെ 16-17 വായിച്ചാട്ടെ. അത് ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. ഇതാണ് ഫൈനാൻഷ്യൽ ലോ. അതായത് ഈ മുദ്രയില്ലാത്തവന് വാങ്ങാനോ വിൽക്കാനോ പറ്റില്ല. ഇത് ഞങ്ങൾ എവിടെന്നാ വായിച്ചേ? വെളിപ്പാട് പുസ്തകം. ഏത് പുസ്തകത്തിൻ്റെ ഉള്ളിലായി വെളിപ്പാട് പുസ്തകം? ബൈബിളിൻ്റെ ഉള്ളിലാണ്, അല്ലേ? ഇനി നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ, ഇന്ന് അനേക വിശ്വാസികൾക്കും വിശ്വസിക്കണമെങ്കിൽ ഈ കാര്യം മനോരമയിലോ മാതൃഭൂമിയിലോ വരണം. എങ്കിൽ ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം ബൈബിളിൽ എഴുതിയതുകൊണ്ട് ഇവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മനോരമയിലോ മാതൃഭൂമിയിലോ ഗൾഫ് ന്യൂസിലോ വന്നാലേ ഇവർക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി അടുത്തത് ക്രിമിനൽ ലോ, അതിൻ്റെ 15-ാം വാക്യം. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ശ്രദ്ധിച്ചേ, ഈ സിസ്റ്റത്തിന്, ഈ നിയമത്തിന് കീഴടങ്ങാത്തവരെയൊക്കെ എന്താ ചെയ്യണം? അവരുടെ ജീവനെ എടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ 2 തലവാ. അപ്പോൾ ജീവൻ കൊടുക്കാൻ തയ്യാറായി എനിക്ക് ജീവിക്കുന്നത്, ക്രിസ്തു മരിക്കുന്നത് ലാഭം എന്ന തലത്തിൽ നമ്മുടെ ചിന്തകൾ ഉടലെടുക്കണമെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം. നമ്മുടെ പെട്ടകമായ ദൈവരാജ്യത്തിലേക്ക് ക്രിസ്തു ആകുന്ന വാതിലിലൂടെ നാം പ്രവേശിക്കണം. ഞാൻ തന്നെ വഴി, എന്നിലൂടെ അകത്ത് കിടക്കുന്നവൻ രക്ഷപ്പെടും. ഞാനാണ് വാതിൽ, എന്നിലൂടെ അകത്ത് കിടക്കുന്നവൻ രക്ഷപ്പെടും. അപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? വാതിലേ വാതിലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. വാതിലാകുന്ന യേശുവിലൂടെ ദൈവരാജ്യം എന്ന പെട്ടകത്തിലേക്ക് കടക്കണം. നോഹയുടെ കാലത്ത് നിഴലാണ്, ഈ കാലത്ത് പൊരുളാണ്. മനസ്സിലായോ? അപ്പോൾ ഈ 2 മനോഭാവം, ഒന്ന് ഏത് നിമിഷവും എൻ്റെ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, അവർ ജയിച്ചു. എങ്ങനെ? അവർ മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതും ഇല്ല. ആ ഒരു മനോഭാവം നമുക്ക് ആവശ്യമാണ്. ഇനി ഇവിടെ നിലനിൽക്കണമെങ്കിൽ ജ്ഞാനം കൊണ്ട് ആവശ്യം. ജ്ഞാനമുള്ള ജോസഫ് എന്താണ് ചെയ്തത്? നിങ്ങൾ ഓർക്കുക. ഗ്ലോറി, ഹല്ലേലൂയ. നോഹയോട് ദൈവം എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഓർക്കുക. ജ്ഞാനമുള്ള, ഇനി ഇതിന് പറ്റാത്ത മടിയന്മാരുണ്ടെങ്കിൽ അവരോട് പറയുന്നു,
നിങ്ങൾക്ക് ഇതൊന്നും കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ മടിയാ, നീ ഉറുമ്പിനെ നോക്കി ഉറുമ്പിൻ്റെ വഴി കണ്ടുപിടിക്കേ. അതെന്ത് ചെയ്യുന്നു? അത് വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ എങ്ങനെ ഗൈഡ് ചെയ്യുന്നു അതനുസരിച്ച് ചെയ്താട്ടെ. പകരം നിങ്ങൾ എൻ്റെ മുമ്പിലോ മറ്റുള്ളവൻ്റെ മുമ്പിലോ അല്ല ജീവിക്കേണ്ടേ. ദൈവം നിങ്ങളെ ഹൃദയത്തിൽ എന്നെ പ്രേരിപ്പിക്കുന്നു, അതനുസരിച്ച് മുന്നോട്ടേക്ക് പോവുക. വിശ്വാസത്യാഗത്തിൽ വീഴാതിരിക്കുക. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നോ എന്ന് അവനവനെ തന്നെ പരിശോധിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ടെസ്റ്റിലൂടെ കടത്തിവിടണം. എൻ്റെ അടുക്കൽ കടന്നു വന്നൊരു ദൈവദാസനും ഭാര്യ അവർ പറഞ്ഞൊരു കാര്യം, ദൈവദാസനെ ഞങ്ങൾ ഇടയ്ക്ക് 1-2 ദിവസം വെളിച്ചത്തിറങ്ങാതെ ഞങ്ങൾ ഇരുട്ടത്തിരിക്കും. കാരണം ഞങ്ങൾ പരിശീലിക്കുകയാണ്. പ്രിയ മക്കളെ, നിങ്ങൾ അങ്ങനെ ഇരിക്കാൻ ഞാൻ പറയുന്നില്ല. ചുമ്മാ ഒരു ചെറിയ ടെസ്റ്റ് അടിച്ച് നോക്ക്. ഒരാഴ്ചത്തേക്ക് നിങ്ങൾ കഴിക്കാതിരിക്കാൻ പറ്റുമെന്ന് നോക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാം എനിക്കിതിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ഇന്നേ കുഞ്ഞേ ദൈവത്തോട് ചോദിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഒരുങ്ങുക. ഗ്ലോറി. പബ്ലിക്കായിട്ട് പറയാൻ പറ്റിയ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗ്ലോറി. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ആരും ചതിക്കപ്പെട്ടു പോകാൻ ഇടയാകരുത്. നിങ്ങൾ കർത്താവിനെ കേൾക്കുക. മറ്റുള്ളവരെ നിങ്ങൾ കേൾക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ വചനപ്രകാരമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് കർത്താവിൽ നിന്ന് പ്രാപിച്ചതിന് ശേഷം പ്രിയ കുഞ്ഞുങ്ങളെ അതിനായിട്ട് ഒരുങ്ങുക. കളിതമാശല്ല മുമ്പിൽ കടന്നു വരുന്ന പീരീഡ് വളരെ പ്രധാനമേറിയതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഒരുങ്ങുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് ജാഗരിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഒരു പൊട്ടനെ പോലെ ഇതിവിടുന്ന് വിളിച്ചു പറയുമ്പോൾ നോഹയുടെ കാലം നിങ്ങൾ മനസ്സിലാക്കുക. നീതി പ്രസംഗിയായ നോഹ വളരെ വർഷങ്ങൾ ഇത് പ്രസംഗിച്ച് നടന്നു. ഒരു വിഡ്ഢിയെപ്പോലെ. ആരും ശ്രദ്ധിക്കാനുണ്ടായില്ല, ആരും പറയുവാനുണ്ടായിരുന്നില്ല, കളിയാക്കുവാനേ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നോഹ പ്രസംഗം നിർത്തിയില്ല. നോഹ പറഞ്ഞുകൊണ്ടേകിരുന്നു. കണ്ണുകളടയ്ക്കാം. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഇതൊരു ഒരുക്കത്തിൻ്റെ നാളുകളാണ്. ദൈവ മക്കൾക്ക് ഒരുങ്ങുവാനുള്ള സമയമാണ്. ദൈവവചനം പറയുന്നു, സ്ത്രീയെ വിഴുങ്ങേണ്ടതിന് സർപ്പം വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. ബൈബിൾ ഇത് പറയുമ്പോൾ ഇന്ന് ലോകത്തിലെ ദൈവത്തിൻ്റെതെന്ന് പറയുന്ന സഭകൾ ഇതിനെക്കുറിച്ച് നിശബ്ദമായിരിക്കുന്നു. കാരണം അവർ ചിന്തിക്കുന്നത് ഇതൊക്കെ ജാതികൾക്ക് എഴുതിയിരിക്കുന്നതാണ്. അവരിതിനെക്കുറിച്ച് മിണ്ടുന്നതേയില്ല. കാരണം ചതിക്കപ്പെട്ട ഹൗവയാൽ ചതിക്കപ്പെട്ടവരായി തീർന്നിരിക്കുകയാണ്. ചതിക്കപ്പെട്ട പത്രോസ് യേശുവിൻ്റെ അടുക്കൽ വന്നു, നീ കാൽവരി ക്രൂശിൽ മരിക്കണ്ട. യേശു അത് തിരിച്ചറിഞ്ഞു. പക്ഷെ 1-ാം ആദം അത് തിരിച്ചറിഞ്ഞില്ല. ഹൗവ വന്നപ്പോൾ ഹൗവയുടെ പുറകിൽ പിശാചാണെന്ന്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, യേശു എന്ന് മനുഷ്യർ പറയുന്നത് കേൾക്കുവാൻ പോയില്ല. പകരം തൻ്റെ സ്വർഗീയ പിതാവ് തന്നെ എന്ത് ഏൽപ്പിച്ചോ അത് ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഈ നാളുകളിൽ ലോകം കാണുന്ന ആത്മീയതയല്ല ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത്. തിരുവചനത്തിലൂടെ മനസ്സിലാക്കി നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യരെ ഉണ്ടാക്കാം. അവർ ഭൂമിയെ വാഴട്ടെ. ബൈബിൾ അവസാനിക്കുന്നത്, ജയിക്കുന്നവൻ അവകാശമാക്കും, അവൻ ദൈവത്തിൻ്റെ മകൻ. അവർ എന്നേക്കും രാജാക്കന്മാർ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഒരു വലിയ പരീക്ഷയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുകയാണ്. ഒരുങ്ങിയിരുന്ന കന്യകമാർ യേശുക്രിസ്തു മണവാളൻ വരുന്നു എന്ന് കേട്ടപ്പോൾ മണവാള വരൂ, ഇരിക്കൂ എന്നല്ല പറഞ്ഞേ. പകരം അവരുടെ അകത്തുള്ളത് അവർ വെളിയിൽ കത്തിച്ച് കാണിച്ചു കൊടുത്തു. അവരുടെ ഹൃദയത്തിലുള്ളത് അവർ ആ വിളക്ക് കത്തിച്ചു. വിളക്ക് കത്തിച്ചവർ മാത്രം ജയം പ്രാപിച്ചു. വിളക്ക് കത്തിക്കാത്തവർക്ക് ജയം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. അവർ തള്ളപ്പെട്ടു പോകുവാനായിട്ട് ഇടയായി. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ആ വിളക്ക് കത്തിച്ചു എന്ന് പറയുന്നത് അവരുടെ വിശ്വാസം അവർ തെളിയിച്ച് കാണിച്ചു കൊടുത്തു. ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ അകത്ത്, ഞങ്ങളുടെ വിളക്കിൻ്റെ ഉള്ളിൽ
ഇതാ എണ്ണ ഒരുക്കമുണ്ട്. അവിശ്വാസ ത്യാഗത്തിൽ വീഴാതെ അവർ തെളിയിച്ച് കാണിച്ചു കൊടുക്കുവാനിടയായി. ഇതേപോലെ പ്രിയ കുഞ്ഞെ, ഈ പീരീഡിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ അകത്ത് നീ ഒരുങ്ങിയിട്ടുണ്ടോ? ദൈവവചനം പറയുന്നു, ഒരുങ്ങിയിരുന്നവൻ മണവാളനോട് കൂടെ ആ വിവാഹ ഹാളിലേക്ക് പ്രവേശിച്ചു. ഒരുങ്ങാത്തവർക്ക് അതിന് കഴിഞ്ഞില്ല. പ്രിയ കുഞ്ഞെ, ഇത്രയും കാലം ഒരുപക്ഷെ ലോകത്തെ സ്നേഹിച്ചു, ലോകത്തിലുള്ള പലതിനെയും പുറകെ പോയി. എന്നാൽ തിരുവചനത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ ദിവ്യമായ സത്യങ്ങൾ മനസ്സിലാക്കി ഇത്രയും നാൾ മനസ്സിലാകാതിരുന്ന കാലത്ത് ലോകത്തിൻ്റെ പുറകെ ഓടി. എന്നാൽ ഇത് മനസ്സിലാക്കി തന്ന കാലത്ത് ഇനി ലോകത്തിൻ്റെ പുറകെയല്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പിൻപിലുള്ളതിനെ മറക്കണം. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടണം. പ്രിയ കുഞ്ഞെ, നിന്നെ തന്നെ ഒന്ന് പരിശോധിക്കാമോ? പിൻപിലുള്ളതിനെ മറക്കാൻ നിനക്ക് കഴിയുമോ? ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, പിൻപിൽ എന്താണ്? പിൻപിൽ ലോകം. പിൻപിൽ ലോകം. കർത്താവിൻ്റെ വചനം പറയുന്നത്, ലോകത്തിലുള്ളതിനെ നീ സ്നേഹിക്കരുത്. നീ എന്തിനെ സ്നേഹിക്കുന്നുവോ അതിൻ്റെ പുറകെ പോകും. പലരും സ്നേഹിച്ച് വിവാഹം കഴിച്ചതുണ്ട്. കാരണം അവർ സ്നേഹിച്ചതിൻ്റെ പുറകെ പോയി അവരതിനെ വിവാഹം കഴിച്ചു. നീ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നീ ലോകത്തിൻ്റെ പുറകെ പോകും. പിൻപിലുള്ള ലോകത്തെയല്ല നീ സ്നേഹിക്കേണ്ടേ, മുൻപിലുള്ള നിന്റെ സ്വർഗീയ പിതാവിനെ, ആ സ്വർഗീയ പിതാവിൻ്റെ അധികാര സീമയെ, ദൈവരാജ്യത്തെയാണ്. കർത്താവ് യേശു അതിലേക്കുള്ള വഴിയാണ്. യേശു ആകുന്ന വഴിയിലൂടെ പിൻപിലുള്ളതിനെ മുറിച്ച് കളഞ്ഞ്, വെട്ടിക്കളഞ്ഞ്, കേട്ട ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഹൃദയ തീരുമാനം കൊണ്ട് അതിനെ വെട്ടിക്കളഞ്ഞ്, എനിക്ക് വേണ്ടത് ഏതാനും ദിവസത്തെ ഇവിടുത്തെ സൗഭാഗ്യമല്ല, എനിക്ക് വേണ്ടത് എൻ്റെ സ്വർഗീയ പിതാവിനോടുകൂടെ, ആ സ്നേഹനിധിയായ പിതാവിനോടുകൂടെ, ഇതാ ക്രിസ്തു യേശുവിനോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും എൻ്റെ പുത്രനായ ക്രിസ്തുവിനോടും കൂടെയാണ്. ആ കൂട്ടായ്മയാണ് എനിക്ക് വേണ്ടത് എന്ന ഹൃദയ തീരുമാനത്തിൽ പിൻപിലുള്ളതിനെ അറുത്ത് കളയുവാൻ, ഒരു തീരുമാനത്തിലൂടെ അറുത്ത് കളയുവാൻ തീരുമാനമെടുക്കുക. സ്ലോ ഡൗൺ, സ്ലോ ഡൗൺ, സ്ലോ ഡൗൺ. വാള് വരുന്നത് കണ്ട് വിളിച്ചു പറയുമ്പോ വീണ്ടും മകനെ നീ സ്പീഡ് കൂട്ടല്ലേ. സ്ലോ ഡൗൺ, സ്ലോ ഡൗൺ, സ്ലോ ഡൗൺ. പിൻപിലുള്ളതിനെ മറക്കാൻ കഴിയുന്നുവോ? അവനവനെ തന്നെ ശോധന ചെയ്താട്ടെ. മനുഷ്യരുടെ പ്രശംസകൾ, മനുഷ്യരുടെ അംഗീകാരങ്ങൾ, ലോകത്തിൻ്റെ സന്തോഷങ്ങൾ, ലോകത്തിൻ്റെ ധനം, നിന്റെ ശ്വാസം തീർന്നാൽ അതെല്ലാം തീർന്നു. ശ്വാസം തീരുന്നതിന് മുമ്പ് അതിനെ തീർക്കാൻ നിനക്ക് കഴിയുമോ? വിട്ട് വലിച്ചു പറിച്ച്, തുമ്പിയെ വലിച്ചു പറിച്ച് കല്ലിൽ നിന്ന് വിടുവിക്കുന്നത് പോലെ മരണം നിന്നെ വലിച്ചു പറിച്ചെടുക്കുന്നതിന് മുമ്പ് അതിൽ നിനക്ക് വിടുവിക്കാൻ കഴിയുമോ? ആ പിൻപിലുള്ളതിനെ വിടാതെ നിനക്ക് ഒരു നിമിഷം മുൻപിലേക്ക് പോകാൻ പറ്റില്ല, ഒരടി മുന്നോട്ടേക്ക് വെക്കാൻ പറ്റില്ല, രണ്ടിടത്ത് ഒരുമിച്ച് അള്ളിപ്പിടിക്കാൻ പറ്റില്ല. ദൈവത്തെയും ലോകത്തെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ല, ദൈവത്തെയും മണിയെയും ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ല. യേശു പറഞ്ഞതാ, ഒന്നിൽ നിന്ന് വിട്ടെങ്കിൽ നിനക്ക് മറ്റതിലേക്ക് പോകാം. മകനെ, നിന്റെ ജീവന്റെ കാര്യമാ, മകളെ നിന്റെ ജീവന്റെ കാര്യമാ. ഈ സമയത്ത് നീ മറ്റൊന്നുമല്ല കാണേണ്ട, നിന്റെ സ്വർഗീയ പിതാവിനെ കാണുക. നിനക്ക് ശ്വാസം തന്ന, ജീവൻ തന്ന, നിലനിർത്തിയിരിക്കുന്ന ആ പിതാവിനെ നീ കാണുക. ആ പിതാവ് നിന്റെ നേരം നോക്കിയിരിക്കുകയാണ്. നോഹ പെട്ടകം പണിയുന്ന സമയത്ത് ദൈവം ദീർഘക്ഷമയോടെ ഇതാ കാത്തിരിക്കുന്നു. നിന്നെയും കാത്താ ഇതാ സ്വർഗത്തിലെ ദൈവം ഇരിക്കുന്നു. നിന്റെ ഹൃദയത്തിലെ ഓരോ ചിന്തകളും അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നത് കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കർത്താവോട് പറയാമോ, എനിക്ക് ജീവിക്കുന്നത് ഇനി എനിക്ക് വേണ്ടി അല്ല, എനിക്ക് ജീവിക്കുന്നത് ഇനി ക്രിസ്തുവാ, ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാ ഇനി ജീവിക്കുന്നത് എന്നൊരു തീരുമാനത്തിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ നിന്റെ ദൈവം നിന്നോട് തിരിച്ചു പറയും, അങ്ങനെയെങ്കിൽ മോനെ, മോളെ, നിന്റെ മരണം നിനക്കൊരു ലാഭമായിരിക്കും. തീരുമാനമെടുക്കുന്നവർക്കായി സ്തോത്രം, ആള് മാറുന്നവർക്കായി സ്തോത്രം,
ആൾ മാറുന്നു. നിങ്ങളുടെ തീരുമാനം ഞാനുമായിട്ടല്ല, നിങ്ങളുടെ ദൈവവുമായിട്ട് എടുത്താട്ടെ. ദൈവവുമായിട്ട് ഓരോ വ്യക്തിത്വങ്ങൾ സംസാരിച്ചാട്ടെ. ഈ കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് സംസാരിക്കുന്നു? ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, കർത്താവേ, ഞാൻ ഈ വചനത്തെ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഞാൻ ഒരു തീരുമാനം എടുക്കുന്നില്ല. ഇതാ മറ്റു വ്യക്തികൾക്ക് പറയാം, ഞാൻ ഇത് വിശ്വസിച്ചു, ഞാനിതാ ഇന്ന തീരുമാനങ്ങൾ എടുക്കുന്നു. ഇത് വേറെ വ്യക്തികൾക്ക് പറയാം, ഞങ്ങൾക്ക് ഇതാ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, വിശ്വസിക്കണോ വിശ്വസിക്കണ്ടയോ എന്ന് അറിഞ്ഞുകൂടാ. ദൈവം നിന്നോട് തിരിച്ചു ചോദിക്കുന്നു, മോനെ മോളെ, എൻ്റെ ദാസൻ എന്നാ പറഞ്ഞത്? അവനെ വിശ്വസിക്കേണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ അവൻ എന്നാ പറഞ്ഞത്? ഞാൻ എഴുതി വെച്ച എൻ്റെ ബൈബിളിലെ വചനങ്ങൾ വിശ്വസിക്കാനല്ലേ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ ഇത് കേട്ടിട്ട് ആ വചനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് നീ വിശ്വസിക്കുന്നില്ല എങ്കിൽ നീ അവനെയല്ല, നീ എന്നെയാണ് വിശ്വസിക്കുന്നത്. ഓ ലോർഡ്, ഐ ലവ് യു ഡാഡി, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. അന്ത്യകാലത്ത് ബാലിന് മുട്ടുമടക്കാത്ത എന്നതുപോലെ ഒരു ചെറുകൂട്ടൻ ജനം, ലോകത്തിന് മുട്ടുമടക്കാത്ത ഒരു കൂട്ടൻ ജനം, അനേക യഹൂദന്മാർ പോയി ആ നിർത്തിയ ബിംബത്തെ, നെബൂഖദ്നേസർ നിർത്തിയ ബിംബത്തെ നമസ്കരിച്ചപ്പോ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 ബാലന്മാർ മുട്ടുമടക്കാത്ത, ബിംബത്തെ മുട്ടുമടക്കാത്ത, ലോകത്തിന് മുട്ടുമടക്കാത്ത, ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്ന നിയമങ്ങൾക്ക് മുട്ടുമടക്കാത്ത ഒരു കൂട്ടം ജനത്തെ ഈ അന്ത്യനാളിലും ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിൽ ചിലരും നിങ്ങളാ, ചിലരും നിങ്ങളാ, ചിലരും നിങ്ങളാ. ഡാഡി, ഐ താങ്ക് യു. ഈ ഹോളിൽ, ഈ ശബ്ദപരിധിയിൽ, ഈ കാഴ്ചപരിധിയിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങ് ഒരുക്കുന്ന ഒരു കൂട്ടം ജനത്തിനായി നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സ്വകീയ പിതാവേ, താങ്ക് യു ഫോർ ദൈ പ്രസൻസ് ഡാഡി. ദൈവ സാന്നിധ്യം നിന്നെ ചുറ്റി മൂടുകയാ. എൻ്റെ ചെവിയിൽ കേൾക്കുന്ന ശബ്ദം എൻ്റെ ജനത്തെ ഒരുക്കുക, ഈ പ്രതികൂലത്തെ ജയിച്ചപ്പുറത്ത് ചെല്ലുവാൻ. ഈ ജനത്തെ ഒരുക്കുക. ഒരപ്പൻ മക്കളെ പഠിപ്പിച്ചെടുക്കുന്നത് പോലെ, നടക്കുവാൻ പഠിപ്പിക്കുന്നത് പോലെ, ഈ അവസരത്തിലൂടെ നിന്നെ നടക്കുവാൻ നിന്റെ ദൈവം ഇപ്പോഴേ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആലോചന ദൈവത്തിന്റെ വചനം പറയുന്നു. ചില മക്കൾ പറയുന്നു, ഈ പറഞ്ഞത് എന്നോടാണ്, ഈ പറഞ്ഞത് എന്നോടാണ്, ഈ സമയങ്ങളിൽ എൻ്റെ ദൈവം എന്നോട് ആലോചന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരപ്പ നടക്കാൻ അറിയാൻ പാടില്ലാത്ത കുഞ്ഞിനെ കൈക്ക് പിടിച്ച് തൻ്റെ കാലിന്റെ മുകളിൽ അവന്റെ കാല് വെച്ച് അപ്പൻ നടക്കുമ്പോ അവൻ നടക്കുന്നത് പോലെ നിന്റെ പപ്പ നിന്നെ നടക്കുവാൻ പഠിപ്പിക്കുകയാ, നടക്കുവാൻ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു, മക്കളെ, നിങ്ങൾ ഏകരല്ല, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. എന്നോട് ചേർന്ന് വസിക്കുക, എന്നോട് ചേർന്ന് നടക്കുക. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ പുതപ്പ് ഒരു പ്രകാശം എന്ന രീതിയിൽ നിന്റെ മുകളിലേക്ക് വരികയാ, നിന്റെ മുകളിലേക്ക് വരികയാ. സ്വർഗത്തിന്റെ പുതപ്പ് ഒരു പ്രകാശം എന്ന രീതിയിൽ നിന്റെ മുകളിലേക്ക് വരികയാ. കാരണം നീ ഏകനല്ല എന്ന് ദൈവം തെളിയിക്കുകയാ. നീ ഏകനല്ല എന്ന് ദൈവം തെളിയിക്കുകയാ. ദൈവത്തിന്റെ പുതപ്പ് ഈ ശബ്ദപരിധിയിൽ, കാഴ്ചപരിധിയിൽ, ഈ ഹോളിലുള്ള വ്യക്തിത്വങ്ങളുടെ മുകളിലേക്ക് ഒരു പുതപ്പ്, ഒരു പ്രകാശത്തിന്റെ പുതപ്പ്, ഒരു തേജസ്സിന്റെ പുതപ്പ്, ഒരു ശക്തിയുടെ പുതപ്പ്, ആളെ മാറ്റുന്ന പരിശുദ്ധാത്മാവിന്റെ പുതപ്പ്. തളർന്നിരിക്കുന്നവന് ബലം കൊടുക്കേണ്ടതിന് ഈ വചനങ്ങളെ കേട്ട് നീ തളർന്നു പോകാനല്ല, പകരം ദൈവത്തിന്റെ വചനം പറയുന്നു, ക്രിസ്തു തന്റെ ഐഹിക ജീവിത കാലത്ത് എന്ത് ചെയ്തോ അത് നീ ചെയ്യണം. നീയും പ്രാർത്ഥിക്കണം,
പ്രാർത്ഥിക്കണം. മരണത്തെ വിടുവിക്കാൻ കഴിയുന്നവരോട് പ്രാർത്ഥിക്കണം. എന്നിട്ട് നീ എന്ത് ചെയ്യണം? തളർന്നിരിക്കാനല്ല, നിന്റെ മുമ്പിൽ വെച്ച സന്തോഷമോർത്ത്. നിന്റെ മുമ്പിൽ ഒരു സന്തോഷമുണ്ട്. നീ ദൈവരാജ്യത്ത് നിന്റെ അപ്പനോടുകൂടെ, ക്രിസ്തുവിനോടുകൂടെ, വിശുദ്ധന്മാരോടുകൂടെ ഇരിക്കുന്ന കാഴ്ച കണ്ട് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച യേശുവിനെ പോലെ നീയും ഇവിടെ അപമാനം അലക്ഷ്യമാക്കി ഇതിൽ ജയിച്ച് മുന്നേറുവാൻ ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കേ, ദൈവത്തിന്റെ കൃപകൾ പ്രാപിക്കേ. Oh Lord, I love you. Love you, Daddy. Love you. Love you. Love you. അവന്റെ ആത്മാവിന്റെ ശക്തിയാൽ അവൻ പുറപ്പെടുവിച്ച വചനത്തെ അവൻ ഉറപ്പിക്കുകയാണ്. അവൻ പുറപ്പെടുവിച്ച വചനത്തെ, എന്റെ ജനമേ ഒരുങ്ങിക്കൊള്ളുക, വാൾ ദേശത്തിലൂടെ കടന്നു പോകുന്നു. എന്റെ ജനമേ ഒരുങ്ങിക്കൊള്ളുക. തന്റെ ആത്മാവിലൂടെ, തന്റെ ശക്തിയിലൂടെ ദൈവം തന്റെ വചനത്തെ ഒരുക്കുകയാണ്, വചനത്തെ നിയമിച്ച് ആക്കുകയാണ്. Oh Lord, I love you, Daddy. I love you. അങ്ങയുടെ സാന്നിധ്യത്തിനായി, അങ്ങയുടെ ശക്തിക്കായി, അങ്ങയുടെ പ്രഭാവത്തിനായി നന്ദിയോട് 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 സ്തോത്രം. താങ്ക് യു ഡാഡി. താങ്ക് യു, താങ്ക് യു ഡാഡി, താങ്ക് യു. ഇതാ ഞങ്ങൾ അങ്ങയുടേത്, ഈ മക്കൾ അങ്ങയുടേത്, ഈ ശബ്ദപരിധിയിൽ കാഴ്ചപരിധിയിൽ കേൾക്കുന്നവർ അങ്ങയുടേത്. ഒരിക്കലും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ചതിക്കപ്പെട്ട ഹവ്വയുടെ വാക്ക് കേൾക്കാതെ അങ്ങേപ്പോലെ യേശുവേ പിതാവിനെ മാത്രം കേട്ട്, അങ്ങയുടെ ആത്മാവിനെ മാത്രം കേട്ട് ജയം പ്രാപിപ്പാൻ ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവൻ ജയം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. അതിനായി ഞങ്ങളുടെ അത്ഭുതകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൂടെ ഇരിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഒരുവനെ പോലും ദുഷ്ടൻ പിടിച്ചുകൊണ്ട് പോകാതെ അങ്ങ് കരുതിക്കൊള്ളണമേ. അങ്ങയുടെ അത്ഭുതകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കൂടെ ഇരിക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ.